കലാസാഗർ പുരസ്കൃതരായവരെ വേദിയിലേക്ക് സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. കലാമണ്ഡലം കൃഷ്ണകുമാർ, കലാമണ്ഡലം ജയപ്രകാശ്, കലാമണ്ഡലം രാജൻ, കലാമണ്ഡലം വേണു, കലാനിലയം വിഷ്ണു, കലാമണ്ഡലം രാധാമണി, കലാമണ്ഡലം നാരായൺ നമ്പ്യാർ, കലാമണ്ഡലം കൃഷ്ണേന്ദു, മിനി ബാനർജി, ശ്രീ ഷെവിക്കുദീർ, ശ്രീമതി ഷബാന, ശ്രീമതി അനിൽ വെട്ടിക്കാട്ടിരി, ശ്രീമതി പ്രേമലത, ഗുരുവായൂർ ശശി, കൊടുന്തിരപ്പള്ളി മനോജ്, ഏലൂർ അരുൺ ദേവ് വാര്യർ, പെരിങ്ങോട് സുബ്രഹ്മണ്യൻ, വട്ടേക്കാട് കനകൻ, മച്ചാട് വേണുഗോപാൽ. പുരസ്കൃതരായവർ മുന്നിലുള്ള ഈ കസേരകളിൽ ഉപവിഷ്ടരാവണമെന്ന് അപേക്ഷിക്കുന്നു. കലാസാഗർ പുരസ്കാരത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഗുരുവന്ദനം. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പുതുവാൾ എന്ന കഥകളിയുടെ മേളത്തിൻ്റെ പരമാചാര്യൻ്റെ മുന്നിൽ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് പരിപാടികൾ ആരംഭിക്കുന്നു. കലാമണ്ഡലത്തിൽ ചെണ്ട അഭ്യസിക്കുകയും നാട്യസംഘത്തിൽ സംഗീതം അഭ്യസിക്കുകയും ചെയ്ത് കലാകേരളം വാനോളം പുകഴ്ത്തിയ പി.ഡി. നമ്പൂതിരി അവർകളാണ് ആചാര്യൻ്റെ മുന്നിൽ ഭദ്രദീപം കൊളുത്തി ആ കർമ്മം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ അതിനുവേണ്ടി സവിനയം ക്ഷണിക്കുന്നു. പ്രാർത്ഥന ചെല്ലുന്നതിനു വേണ്ടി സരിത വിനോദിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മാത് ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം അസ്മത് ആചാര്യപര്യന്താം വന്ദേ
ഗുരുപരമ്പരാ വന്ദേ ഗുരുപരമ്പരാ വന്ദേ ഗുരുപരമ്പരാ. ആശാന്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി വേണ്ടുന്നവരെ ക്ഷണിക്കുന്നു. ചെണ്ട പഠന കളരിയിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും വരാവുന്നതാണ്. കുഞ്ചനായ ട്രസ്റ്റ് നടത്തുന്ന ചെണ്ട പഠന കളരിയിലെ വിദ്യാർത്ഥികൾ പുഷ്പാർച്ചന നടത്തുന്നു. അവരെല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സമാദരണ പുരസ്കാര വേദിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ എന്ന കഥകളി മേളത്തിൻ്റെ കഥകളിയുടെ കലാകേരളത്തിൻ്റെ ലോകത്തിന് അപൂർവമായി സിദ്ധിക്കുന്ന ആചാര്യന്മാരിൽ എല്ലാ മേഖലകളിലും വ്യത്യസ്തത പുലർത്തിയ ഏവർക്കും മാർഗദർശിയായ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാൻ എന്ന ആചാര്യൻ്റെ 99ാം ജന്മവാർഷിക അനുസ്മരണവും 24ാമത് കലാസാഗർ പുരസ്കാരവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. 25ാം വാർഷികവും 100ാം ജന്മവാർഷികവും വളരെ വിപുലമായ രീതിയിൽ കൊണ്ടാടുന്നതിന് സംഘാടകർക്ക് ആലോചനയും അതിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 24 വർഷം മാത്രമല്ല, കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാൻ അരങ്ങിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും വാക്കാവട്ടെ, എഴുത്താവട്ടെ, കൊട്ടാവട്ടെ, പാട്ടാവട്ടെ, വരയാവട്ടെ, ഇങ്ങനെ സർവ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ധാരാളം പുകഴ്ത്തിയും പ്രശംസിച്ചും അനുസ്മരിച്ചുമുള്ള പ്രഭാഷണങ്ങൾ നിരവധി
കേൾക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി യാതൊന്നും എനിക്കും പറയാനില്ല. ഒരു സ്വാഗത പ്രസംഗം മാത്രമാണ്, അല്ലെങ്കിൽ സ്വാഗതം എന്ന ചടങ്ങ് മാത്രമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. പക്ഷെ ഇവിടെ കൃഷ്ണകുട്ടി ഭാഷനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം ഭയം, വിനയം, പരിഭ്രമം തുടങ്ങിയ വികാരങ്ങളൊക്കെ ആചാര്യനെ അനുസ്മരിക്കുമ്പോൾ സ്വാഭാവികമായും എനിക്കുമുണ്ട്. ഓരോ വാചകങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകൾ അനുസ്മരിക്കുന്നത് പോലെ അദ്ദേഹം ചെയ്തു വച്ച അരങ്ങിലെ മേളം അല്ലെങ്കിൽ ചെണ്ടയിൽ തീർത്ത കൊട്ടുകൾ, നമ്മൾ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില അനുസ്മരണങ്ങൾ നടക്കുമ്പോൾ പറയാറുള്ളത് പോലെ അതല്ലെങ്കിൽ അങ്ങനെയായിത്തീരില്ല എന്നൊക്കെ നമുക്ക് പലപ്പോഴും അരങ്ങിൽ പ്രവർത്തിക്കും മേളത്തിലൂടെ അത് ഓരോ കഥകൾക്കും കൊട്ടുമ്പോഴും തോന്നാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ മേളത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞ് ദീർഘിപ്പിക്കാനല്ല, പക്ഷെ ചിലത് ഒന്ന് പറഞ്ഞു പോവാതെ വയ്യ എന്നുള്ളത് കൊണ്ടാണ്. നരകാസുരവധം കഥയിൽ അദ്ദേഹം ഗോപുരം തകർക്കുന്ന, സ്വാഭാവികമായും രാമൂട്ടി നാരായണൻ അരങ്ങിൽ ചെയ്യുന്ന ആ മുദ്രയ്ക്ക് അല്ലെങ്കിൽ ആ ഇടിക്ക് കൃഷ്ണകുട്ടി പൊതുവാളാശാൻ കൊട്ടുന്ന കൊട്ട് ഇന്ന് കേൾക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ ആ ഇടിയുടെ ഘനം കുറയുന്നു, അതിൻ്റെ ഗോപുരത്തിൻ്റെ വാതിലുകൾ മുറിഞ്ഞ് വീഴുന്നതിൻ്റെ ശബ്ദം അല്ലെങ്കിൽ അതിൻ്റെ അകലങ്ങൾ, അതിൻ്റെ പൊടികൾ കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ആ മരത്തിൻ്റെ കനങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. അത് അദ്ദേഹം തീർത്ത ആ ശബ്ദത്തിൻ്റെ സവിശേഷത കൊണ്ടാണ്. ഇനി നമ്മൾ നോക്കിയിരുന്നാൽ ഓരോ, അല്ലെങ്കിൽ നരകാസുരവധം തിരനോക്കുണ്ട്, പതിഞ്ഞപദമുണ്ട്, അല്ലെങ്കിൽ പ്രവേശനമുണ്ട്, അത് കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്ന ആട്ടങ്ങളുണ്ട്, ഇന്ദ്രനെ കാണുന്നതുണ്ട്, അല്ലെങ്കിൽ ഇന്ദ്രനെ കണ്ട് അഹല്യാമോക്ഷം ആടുന്നതുണ്ട്, അങ്ങനെ കുറേ ആട്ടങ്ങളുണ്ട്. ഈ ആട്ടത്തിലൊക്കെ ചിലത് നമ്മൾക്ക് എപ്പോഴും മനസ്സിലും കാതിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിൽ ഉത്ഭവ രാവണൻ്റെ ആട്ടം അദ്ദേഹം തീർത്ത ഒരു തായമ്പകയുടെ സൗന്ദര്യം പോലെ, അല്ലെങ്കിൽ ഒരു കച്ചേരിയുടെ ഭംഗി പോലെ, ആസ്വാദനം പോലെ, ആ 2 മണിക്കൂർ 5 മിനിറ്റ് നേരം തീർക്കുന്ന രാമൂട്ടി നാരായണൻ്റെയും കൃഷ്ണകുട്ടി പൊതുവാളാശാൻ്റെയും അരങ്ങിലുള്ള ആ പ്രവൃത്തിയുടെ ഫലം എന്നത് കൃഷ്ണകുട്ടി പൊതുവാളാശനെ വേറെ ആക്കി നിർത്തുന്നത് ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. ഉത്ഭവ രാവണൻ്റെ ഈ ആട്ടത്തിൽ പരാക്രമം എന്ന മുദ്രയ്ക്ക് ഒരു പക്ഷേ എന്ന് കൊട്ടിയാൽ മതി, അല്ലെങ്കിൽ ഈ ഭാവത്തിനനുസരിച്ച് എന്ന് കൊട്ടും. ഇതൊന്നുമല്ലാതെ എന്ന് കൊട്ടിയില്ലെങ്കിൽ അത് ഉത്ഭവ രാവണൻ്റെ പരാക്രമം എന്ന മുദ്രയാവില്ല, അല്ലെങ്കിൽ പരാക്രമം എന്ന മുദ്രയ്ക്ക് കൊട്ടുന്ന കൊട്ടാവില്ല. ഇത് പൊതുവാളാശാൻ കഥകളിക്ക് തന്ന കൊട്ടാണ്. രാജസൂയത്തിലെ ശിശുപാലൻ്റെ ആട്ടങ്ങളിൽ ഇതുപോലെ പ്രത്യേകതയുള്ള, നേരത്തെ പറഞ്ഞ ഓരോ സന്ദർഭങ്ങളിലും പ്രത്യേകതയുള്ളതുണ്ട്. ആ ശിശുപാലൻ്റെ ആട്ടത്തിൽ എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആ ശിശുപാലൻ്റെ ആട്ടത്തിൽ കൃഷ്ണൻ്റെ ലീലകൾ കാണിക്കുന്നിടത്ത് വസ്ത്രാപഹരണ സമയത്ത് ഗോപികമാർ പുഴയിലോ തടാകത്തിലോ അല്ലെങ്കിൽ കുളത്തിലോ
കുളിക്കുന്ന, തമ്മിൽ കളിക്കുന്ന, നീന്തി തുടിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഇതിന് തീർക്കുന്ന ആ മേളത്തിൻ്റെ സൗന്ദര്യം എന്നത് എനിക്ക് വർണ്ണിക്കാൻ ഏതായാലും സാധിക്കില്ല. ഇവിടെ വർണ്ണിക്കാൻ യോഗ്യതയുള്ള, വാക്ചാതുര്യമുള്ള ഒട്ടനവധി പ്രാസംഗികരുണ്ട്. പക്ഷേ അതുണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ സൗന്ദര്യം എന്നത് നമുക്കിപ്പോഴും മനസ്സിൽ ഉണ്ട്, പക്ഷേ കൊട്ടാൻ സാധിക്കാറില്ല എന്ന് മാത്രം. കല്യാണ സൗഗന്ധ്യത്തിലെ ഹനുമാൻ എൻ്റെ സ്വാഗത പ്രസംഗം ആണ് എന്ന് വിസ്മരിച്ചിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ. 2 ഓർമ്മകൾ പറയാതെ വയ്യ എന്നുള്ളതുകൊണ്ടാണ്. കല്യാണ സൗഗന്ധ്യത്തിലെ ഹനുമാൻ, രാമട്ടി നരസൻ്റെ ഹനുമാൻ, ഈ തനിക്ക് കിട്ടിയ അല്ലെങ്കിൽ തപസ്സിളകുന്നതിന് കാരണം ശ്രീരാമൻ വരം കൊടുത്തു. നിനക്കെന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് ഇളകാത്ത മനസ്സ്, ഭക്തി എന്നിവയൊക്കെയാണ് വേണ്ടത്. അങ്ങനെ ഉള്ള മനസ്സിനെ എങ്ങനെ ഇളകി എന്ന് ആലോചിക്കുന്ന സന്ദർഭമുണ്ട്. അതിൽ ഓരോ വാനരന്മാർക്കും ഉപഹാരങ്ങൾ കൊടുക്കുമ്പോൾ അവർ ചാടി മറയുന്നതുണ്ട്. ആനന്ദം കൊണ്ട്, അത്യാഹ്ലാദം കൊണ്ട് ചാടി മറയുന്നതുണ്ട്. നേരത്തെ ഉത്ഭവരാവണന് കൊട്ടിയ ആ കൊട്ടുണ്ടല്ലോ, പരാക്രമത്തിന് കൊട്ടിയ കൊട്ട്, അതിന് സമാനമായ കൊട്ടാണ് ഇവിടെ ആഹ്ലാദത്തിന് വേണ്ടി കൊട്ടുന്നത്. ഈ ചാടുന്നത് മുകളിലേക്ക് ഉറടകടകട് ഉറടകടകട് ഉറടകടകട്, ഇത് കുരങ്ങന്മാർ ചാടുന്ന ആ കൊട്ട്, ഇതെങ്ങനെയാണ് ഈ ആഹ്ലാദത്തിൻ്റെ കൊട്ടും പരാക്രമത്തിൻ്റെ കൊട്ടും ഒരേപോലെ പ്രയോഗിച്ച് സവിശേഷമായ അല്ലെങ്കിൽ പ്രത്യേകതയുള്ള ഭാവം തീർക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കൃഷ്ണൻകുട്ടി പുതുവളശൻ്റെ കൊട്ടാണ്. കത്തിവേഷത്തിന്, വെള്ളത്താടി വേഷത്തിന് അദ്ദേഹം സർവ്വസാധാരണമായി കൊട്ടാറുണ്ട്. നമുക്ക് അറിവുള്ളതാണ്. അപൂർവമായി പച്ചവേഷത്തിന് കൊട്ടുന്നതും, അല്ലെങ്കിൽ അപൂർവമായി അല്ല, സാധാരണ പോലെ തന്നെ കർണശബദത്തിൽ ഗംഗയിലേക്ക് ചെന്ന് സ്നാനം ചെയ്യുന്ന കർണൻ്റെ ആ ഗംഗ കാണുന്ന ആ ഒഴുക്കുണ്ട്. ചെറിയ അല്ലെങ്കിൽ വലിയ തിരമാലകൾ, ചെറിയ തിരമാലകൾ, അതിങ്ങനെ തിരമാലകൾ ആയി ആ പുഴ അല്ലെങ്കിൽ അത് ആ ഗംഗ ഒഴുകിപ്പോകുന്ന ഒഴുക്ക്, ഇതിന് കൊട്ടുന്ന കൊട്ട, ഇതൊക്കെ ചെണ്ടയിൽ തന്നെയാണ്. ഈ അസുരവാദ്യമാണ് എന്ന് നമ്മൾ പറയുന്ന ശുദ്ധവാദ്യം, ആ വാദ്യത്തിലാണ് കൃഷ്ണൻകുട്ടി പുതുവളശൻ കോലുകൊണ്ട് ഈ തീർക്കുന്ന ഈ കൊട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ആലോചിക്കേണ്ടത്, കൃഷ്ണൻകുട്ടി പുതുവളശൻ്റെ കൊട്ട് ഇങ്ങനെയാണെങ്കിൽ ചന്ദ്രമൻ അടിയാശാൻ്റെ കൊട്ട് ഒരു പക്ഷേ കുറുളൻ കല്ലിൻ്റെ ഇടയിലേക്കൂടെ വരുന്ന ആ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം അങ്ങനെ അവിടെയും ഇവിടെയും തട്ടി വരുന്നത് പോലെ ആയിരിക്കും. കൃഷ്ണൻകുട്ടി പുതുവളശൻ്റെ കൊട്ട് ഒരു പക്ഷേ നീരൊഴുക്ക് കുറഞ്ഞ, ശാന്തമായി ഒഴുകുന്ന, തെളിനീരുള്ള വെള്ളം ഒഴുകുന്നത് പോലെ ആയിരിക്കാം. ഒരു പോള പോലും ഇല്ലാതെ ഒഴുകുന്ന കൊട്ടായിരിക്കും കുട്ടമാരശാൻ്റെ. ഇതിവിടെ വേണ്ടത് ഈ ചെറിയ തിരമാലകളില്ലാതെ കാണുന്ന ആ കൊട്ടിനെ തീർക്കുന്ന കൃഷ്ണൻകുട്ടി പുതുവളശൻ്റെ കൊട്ട്, കർണശബദത്തിലെ കർണൻ കാണുന്ന കാഴ്ച, ഇങ്ങനെ ഇതൊക്കെ ഈ കൊട്ടൊക്കെ അദ്ദേഹം കൊട്ടിയത് കൊണ്ടാണ് ഒരുപക്ഷെ ആ സങ്കല്പം ഒരുപക്ഷെ മനസ്സിലെങ്കിലും ഉണ്ടായിക്കൊണ്ട് ചിലർ കൊട്ടാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പുതുവളശാൻ അരങ്ങിൽ തീർത്ത കൊട്ടിൻ്റെ അല്ലെങ്കിൽ ചെണ്ടയുടെ ശബ്ദങ്ങൾ ചെണ്ട കലാകാരന്മാരുടെ, അല്ലെങ്കിൽ മുതല കലാകാരന്മാരുടെ, അല്ലെങ്കിൽ കഥകളി കലാകാരന്മാരുടെ മനസ്സിലും കയ്യിലും ഉണ്ടായിരിക്കും എന്നതിന് യാതൊരു തർക്കവുമില്ല. അദ്ദേഹം തീർത്ത വാക്കുകൾ, എഴുത്തുകൾ, വരകൾ അതാത് മേഖലയിലുള്ള കലാകാരന്മാരുടെ മനസ്സിലും അത് ആസ്വദിക്കുന്നവരുടെ മനസ്സിലും ഉണ്ടായിരിക്കും. അത്തരം ഒരു ആചാര്യൻ്റെ 24ാം കലാസാഗർ പുരസ്കാര ദിനം വിവിധ മേഖലയിലുള്ള കലാകാരന്മാരെ ആദരിച്ച് അദ്ദേഹത്തിന് എല്ലാ കലാകാരന്മാരെയും എല്ലാ കലകളോടും ഉള്ള പ്രതിപത്തിയും സ്നേഹവും വാത്സല്യവും അതിനോട് തോന്നുന്ന തൃപ്തിയും പ്രകടിപ്പിക്കുക മാത്രമാണ്
അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുക മാത്രമാണ് ഈ സംഘാടനം കൊണ്ട്, പുരസ്കാര ദാനം കൊണ്ട്, പുരസ്കാര സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ശ്രീയ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് കുഞ്ചനാര ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഡോക്ടർ ടി എസ് മാധവൻകുട്ടി അവർകളാണ്. കഥകളിയും സംഗീതവും താളവും മേളവും വൈദ്യവും ശുശ്രൂഷയും ഒരുപോലെ ഹൃദിസ്ഥമാക്കിയ ഡോക്ടർ മാധവൻകുട്ടി, ടി എസ് മാധവൻകുട്ടി കലാകാരന്മാരുടെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഈ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് ഈ സംഘാടകരുടെ പേരിൽ ഹൃദയംഗമായ സ്വാഗതം നേർന്നുകൊള്ളുന്നു. ഡോക്ടർ എം ഇ നാരായണൻ കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറാണ്. കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. കൂടിയാട്ടവും കഥകളിയും സംഗീതവും വളരെ മുൻകാലം മുതൽ തന്നെ അദ്ദേഹം ആസ്വദിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിലേറെ രാമൂട്ടി നാരായണൻ്റെ ഉത്ഭവത്തിനെ ഒരു പ്രത്യേക കാഴ്ചപ്പാടിലൂടെ കണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. കൃഷ്ണൻകുട്ടി പുതുവാളാശാൻ്റെ മേളത്തെ അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി പുതുവാളാശാൻ എന്ന വ്യക്തിയെ അതേപോലെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സഹൃദയനാണ് അദ്ദേഹമാണ് ഇന്നിവിടെ ഈ പുരസ്കാര സമർപ്പണവും അനുസ്മരണ ദിനവും ഉദ്ഘാടനം ചെയ്യുന്നത്. വളരെ വിനയാദരപൂർവ്വം അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് വി കലാധരൻ എന്ന കലാനിരൂപകൻ, ഞങ്ങളുടെയൊക്കെ സുഹൃത്ത്. കലാമണ്ഡലത്തിൽ 82 കാലം മുതൽ ജോലി ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മേഖല ഒരുപക്ഷെ കലാ ആസ്വാദകരെ കഥകളി സംഗീതത്തിലേക്ക് അടുപ്പിക്കുന്ന മേഖലയായിരുന്നു. അടുപ്പിക്കുന്ന മേഖല. കുറുപ്പാശാൻ്റെയും ഗംഗാരാശാൻ്റെയും എമ്പ്രാന്തിരിയേട്ടൻ്റെയും ഹൈദരാലിയേട്ടൻ്റെയും ഒക്കെ സംഗീത ശാഖകളെ തൻ്റെ ശൈലിയിലൂടെ അവതരിപ്പിച്ച് സംഗീത ആസ്വാദകരെ ഈ കഥകളി സംഗീതത്തിലേക്ക് ആകർഷിക്കുന്നതിൽ വളരെയധികം സ്ഥാനം വഹിച്ചിട്ടുണ്ട് കലാധരൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഒന്നുകൂടി പുഷ്ടിപ്പെട്ടു കലാമണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി. അതുകൊണ്ട് തന്നെ കഥകളി മേഖല അല്ലാതെ കർണാടക സംഗീത കച്ചേരികളും ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഒഡീസിയും കഥക്കും തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ വിവിധ തരത്തിലുള്ള കലാകാരന്മാരെ അറിയുകയും അവരുടെ മേഖലകളെ അവരുടെ വളരെ സൂക്ഷ്മമായി പഠിക്കുകയും അത് എഴുതുകയും ചെയ്തിട്ടുള്ള സഹൃദയനാണ് കലാധരൻ. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് മൂർച്ചയുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. നിർഭാഗ്യവശാൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരൊക്കെ ധാരാളം ഏറ്റ് പരവശരായിട്ടുള്ളവരാണ്. അത് ഞങ്ങൾക്ക് ഇനി എഴുന്നേക്കാൻ പറ്റാത്ത വിധം അദ്ദേഹം പിന്നെയും മൂർച്ച കൂടിയ വാക്കുകൾ ഉപയോഗിക്കും. അദ്ദേഹം ഉപയോഗിക്കട്ടെ. എങ്ങനെയായാലും കലാധരൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശുദ്ധമായ കലയും കലാ ആസ്വാദനവും വളരെ കൃത്യമായ ഒരു ചിന്തയുമുണ്ട് എന്നതിന് യാതൊരു തർക്കവുമില്ല. അങ്ങനെ എൻ്റെ സുഹൃത്തായ കലാധരനെ, കലാമണ്ഡലത്തിൻ്റെ മുൻ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറായ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാമകുട്ടി മാഷ്, ഞങ്ങൾക്ക് വെള്ളിനേഴി, ഞാൻ കുറേ കാലമായി വെള്ളിനേഴി സ്ഥിര സന്ദർശകനാണ്. പക്ഷേ കുറേ കാലത്തിന് ശേഷമാണ് രാമകുട്ടി മാഷുടെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലികൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
അതിന് ഒരുപക്ഷെ ശങ്കരേട്ടൻ്റെ ഷഷ്ടിപൂർത്തിയോ അല്ലെങ്കിൽ അതിന് മുമ്പ് നടന്ന പല പരിപാടികളോ ഒക്കെ ഉണ്ടായിരിക്കാം. എങ്ങനെയായാലും നല്ല അങ്ങനെ പറഞ്ഞാൽ ജാടകളൊന്നുമില്ലാത്ത, വളരെ കൃത്യമായി ഓരോരുത്തരെയും വ്യക്തമായി അറിയുകയും അത് പ്രകടിപ്പിക്കുന്നതിൽ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്ന രാമകുട്ടി മാഷയെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് കൃഷ്ണൻകുട്ടി പൊതുവാൾ അനുസ്മരണത്തിന് വേണ്ടി ക്ഷണിക്കും, സ്വാഗതം ചെയ്യും. കെ.ബി. രാജാനന്ദ് കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റാണ്. കെ.ബി. രാജാനന്ദിനെ വേറെ ഒരു പരിചയം പെടുത്തൽ ആവശ്യമില്ല. കഥകളി കലാകാരന്മാർ എന്നല്ല, മറ്റ് ഇതര മേഖലയിലുള്ള ഏതൊരു കലാകാരനും എന്നെ കലാധരൻ അല്ലെങ്കിൽ രാജാനന്ദൻ പരിചയപ്പെടുത്തണേ, അല്ലെങ്കിൽ രാജാനന്ദൻ്റെ വാക്കുകൾ എനിക്ക് കേൾക്കാൻ സാധിക്കണമേ, അല്ലെങ്കിൽ എൻ്റെ കഴിവ് രാജാനന്ദൻ അറിയണമേ എന്ന് ആഗ്രഹിക്കാത്ത ഒരു കലാകാരനും ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത്രയധികം ഓരോ കലാകാരനെ പഠിക്കുകയും അവരുടെ എല്ലാ മേഖലയും, താളമാവട്ടെ, കൊട്ടാവട്ടെ, സംഗീതമാവട്ടെ, മുദ്രയാവട്ടെ, ഭാവമാവട്ടെ, ചിത്രമാവട്ടെ, എല്ലാമാവട്ടെ, ഏതാണെങ്കിലും വളരെ കൃത്യമായി പറയുകയും അത് അറിഞ്ഞു പറയുകയും പറയാൻ മടിയില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്ന കെ.ബി. രാജാനന്ദ് ഇന്ന് ഈ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഭാഗ്യവശാൽ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരോടും തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. ഈ പരിപാടി ഭംഗിയാക്കുന്നതിനിവിടെ ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള ഹൃദയംഗമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ഡോക്ടർ T.S. മാധവൻകുട്ടി സാർ അവർകളെ വിനയാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഇവിടെ കൊള്ളുന്നു. നമസ്കാരം. അഭിവന്ദനായ കലാമണ്ഡലം വൈസ് ചാൻസലർ ശ്രീ M.V. നാരായൺ, ശ്രീ രാജാനന്ദൻ, ശ്രീ കലാധരൻ, രാമൻകുട്ടി മാഷ്, ഉണ്ണീകൃഷ്ണൻ, ഇന്നിവിടെ ആദരവ് നേടുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന കലാകാരന്മാർ, മറ്റു സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ആദ്യമായി നാം ഇന്നിവിടെ സമുചിതമായി ഓർമ്മിച്ച് ആദരിക്കുന്ന അതുല്യ കഥകളി ആചാര്യനായിരിക്കുന്ന കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നേരത്തെ ശ്രീ ഉണ്ണീകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ വിവിധ മേഖലകളിലെ തൻ്റെ പ്രാവീണ്യം തെളിയിക്കുകയും അതിലൊക്കെ ഉള്ള തൻ്റെ ആചാര്യസ്ഥാനം നേടിയെടുക്കുകയും ചെയ്ത അദ്ദേഹത്തെ കൂടെ കൂടെ ഓർമ്മിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും കലാപകരണത്തിൽ നിന്നും ഉൾക്കൊള്ളാവുന്ന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ശേഷമുള്ള നമ്മളുടെ ഭാവി ജീവിതം ശോഭനമാകുന്നതിന് അനിവാര്യമായ ഒരു കർമ്മമാണ്. അതിനൊരുമ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ ഒരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെ ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരുടെ ശ്രമത്തിന് ഞാൻ എൻ്റെ എളിയ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. മാത്രമല്ല, അത്തരം ഒരു ചടങ്ങിൽ ഇത് പ്രകാരം പങ്കെടുക്കാൻ എനിക്കൊരവസരം കിട്ടിയതിൽ എൻ്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും അറിയിക്കുകയും അതിന് കാരണക്കാരായ ഇതിൻ്റെ സംഘാടകരുടെ എല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യാണ്. കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാനെ അനുസ്മരിക്കുക എന്നുള്ളത് ആവർത്തിച്ച് നടത്തിയതാണ്. നിരവധി പ്രഗത്ഭന്മാർ കഴിഞ്ഞ 24 കൊല്ലമായി അത് നിർവഹിച്ചു വരുന്നതാണ്.
അതിൽ നിന്നൊന്നും അന്യമായും ഒന്നും എനിക്ക് ഇവിടെ പറയാനില്ല. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു എന്നതൊഴിച്ച് കഥകളിയെ ഒരു ചൗരിത്ര്യാത്മകമായ ആവിഷ്കാരമായി കണ്ട് അതിനെ ആ നിലയ്ക്ക് പോഷിപ്പിക്കുന്നതിൽ ഏറ്റവും കാര്യക്ഷമമായ പങ്കുവഹിച്ച ഒരു കലാകാരനാണ് ശ്രീ കൃഷ്ണൻകുട്ടി പൊതുവാൾ. ഗുരുവായൂർ കുട്ടന്മാരാരും അതിനുശേഷം മൂത്തമന നമ്പൂരിയും കഴിഞ്ഞാൽ പിന്നെ കഥകളി മേളത്തിലെ ഒരു ട്രെൻഡ് സൃഷ്ടിച്ച ഒരു കലാകാരനാണ് കൃഷ്ണൻകുട്ടി പൊതുവാൾ. അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരത്തിന് ശേഷം കഥകളി മേളത്തിൽ കൃത്യമായൊരു ട്രെൻഡ് രൂപീകരിക്കപ്പെടുകയും അതിൻ്റെ ഒരു തുടർച്ച ഇപ്പം നിലനിൽക്കുകയും ചെയ്യും. അതിനെ എങ്ങനെയെല്ലാം കഥകളി രംഗത്ത് സ്വാധീനിക്കുന്നു എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ സ്വാഗത പ്രസംഗം തന്നെ വളരെ നിസ്തുലമായ ഒരു തെളിവാണ്. അതിലും കൂടുതലൊന്നും ഇവിടെ കൂടുതലൊന്നും പറയാനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ പ്രസംഗം, അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അടുത്തതായി ഉദ്ഘാടനമാണ്. അതിനെ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ NV നാരായണ അറവകളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഡോക്ടർ TS മാധവൻകുട്ടി, ശ്രീ KB രാജാനന്ദ്, ശ്രീ കലാധരൻ, രാമൻകുട്ടി മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ, സദസ്സിലെ ആദരണീയരെ, സുഹൃത്തുക്കളെ, ഒരുപക്ഷെ കഥകളി അരങ്ങ് കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ കലാകാരന്മാരിലൊരാളായ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ സാദരം പ്രണമിക്കുന്നു. ആട്ടവും പാട്ടും കൊട്ടും സമഞ്ജസമായി കൂടിച്ചേർന്ന ഒരു കാലമുണ്ടായിരുന്നു കഥകളിക്ക്. കുട്ടിത്രയം എന്ന് ഓമന പേരിട്ട് വിളിച്ച ആ കാലത്ത് 3 കുട്ടികൾ മനസ്സ് അറിഞ്ഞും അഴിഞ്ഞും ആടിയ അരങ്ങുകളായിരുന്നു കഥകളിക്കുണ്ടായിരുന്നത്. അതിൽ ആട്ടം എന്നതോ പാട്ടെന്നതോ കൊട്ടെന്നതോ വേറിട്ട് നിൽക്കാൻ കഴിയാതെ ഒന്ന് മറ്റു രണ്ടിനും പൂരകമായി തീരുകയും, പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒരൊന്നായി ചേരുന്ന പോലെ ഈ 3 ചേർന്ന് വരുമ്പോൾ ഇമ്മിണി വലിയ ഒരൊന്നാക്കി മാറ്റുന്ന ഒരു രാസപ്രക്രിയ നടന്നൊരു കാലമാണ് അത്. ഒരുപക്ഷെ അരങ്ങിൻ്റെ വശത്താണ് നിന്നിരുന്നതെന്നുണ്ടെങ്കിലും പക്ഷെ ആ നിൽപ്പ് തന്നെ ഒരു വല്ലാത്ത നിൽപ്പായിരുന്നു.
കൊട്ട് കേൾക്കാൻ പോകുന്നവർ പലപ്പോഴും കണ്ണുകൊണ്ട് ആഹ്ലാദിച്ചത് കൃഷ്ണൻകുട്ടി പൊതുവാൾ നോക്കിക്കൊണ്ടുകൂടിയായിരുന്നു എന്ന വാസ്തവമുണ്ട്. കാരണം അവിടെ ആ നിൽപ്പ് കാണുമ്പോൾ തന്നെ ഒരു കലാകാരന് ഏത് രീതിയിൽ ഒരരങ്ങിനെ ഭരിക്കാം, വാണരുളാം എന്നതിൻ്റെ വലിയൊരു നിദർശനമായിരുന്നു അദ്ദേഹം. നേതൃസ്ഥാനം തന്നെയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ ആട്ടവും പാട്ടും കൊട്ടും കൂടിച്ചേർന്ന് വന്ന ഇമ്മിണി വലിയൊരു ഒന്നിനെ സൃഷ്ടിച്ചെടുത്തതിൽ വലിയൊരു പങ്ക് വഹിച്ചപ്പോഴും സരസ്വതി ഏതോ നിലയ്ക്ക് ഇത്ര പിശുക്കില്ലാതെ ഒരാളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ എന്നത് സംശയമായിരിക്കും. എന്തിലായിരുന്നു അദ്ദേഹത്തിന് കഴിവില്ലാതിരുന്നത്? കൊട്ട്, പാട്ട്, എഴുത്ത്, അത് കവിതയിലുമുണ്ട്, ഗദ്യത്തിലുമുണ്ട്, വിമർശനം. പക്ഷേ ഇതിനൊക്കെ കൂടെ പരമശിവൻ്റെ ചെറിയൊരു അനുഗ്രഹവും ധാർഷ്ട്യത്തിൻ്റെ രൂപത്തിൽ പൊതുവാളാശാനുണ്ടായിരുന്നു. ഒരാളെയും കൂസാതെ, ആരുടെ മുന്നിലും തലകുനിക്കാതെ, തൻ്റെ കഴിവും പ്രാഗൽഭ്യവും കൊണ്ട് ഒന്ന് മാത്രം ആരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കാനുള്ള ആ ധൈര്യം, ആ ശേഷി എന്നത് ഒരുപക്ഷെ എല്ലാ കലാകാരന്മാർക്കും ഒരു മാതൃകയാവേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ ഇവിടെ ആശാനെക്കുറിച്ചുള്ള കഥകളെക്കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കഥകൾ എന്നെപ്പോലെയുള്ള അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോടുള്ള അദ്ദേഹത്തിൻ്റെ പുച്ഛത്തെക്കുറിച്ചുള്ള കഥകളാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാം, ഞാനത് പറയേണ്ട കാര്യവുമില്ല. താൻ ഇന്ന് ചൂടനാണെങ്കിൽ ഞാൻ എന്നും ചൂടനാണ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥ എത്ര സഫലമായി അദ്ദേഹത്തിന് ചെണ്ടയുടെ കോല് പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ അതിലും ഒപ്പം സമർത്ഥമായി സഫലമായി അദ്ദേഹത്തിൻ്റെ ജിഹ്വയും പ്രയോഗിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ്. മാത്രമല്ല, മറ്റൊരു നിലയ്ക്ക് ആലോചിക്കുകയാണെങ്കിൽ ആ കാലത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കലാകാരന്മാർ കല അഭ്യസിക്കുക, പ്രവർത്തിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതിൻ്റെ ഭാഗമായി തങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ചും തങ്ങൾ വ്യാപരിക്കുന്ന കലയെക്കുറിച്ചുമൊക്കെ വളരെ ഗഹനമായി ചിന്തിക്കുകയും വിമർശനപരമായി ചിന്തിക്കുകയും ചെയ്ത ഒരു കാലമായിരുന്നു അന്ന്. അത്ഭുതകരം എന്ന് പറയേണ്ടി വരും. ഇന്നുള്ള കലാകാരന്മാരോടുള്ള വിമർശനം എന്ന നിലയ്ക്കല്ല, അത് ചില കാലത്തിൻ്റെ വികൃതികളാണ്. ആലോചിച്ചു നോക്കൂ, പൈങ്കുളം രാമച്ചാക്യാർ, വാഴയങ്കട കുഞ്ചുനായരാശാൻ, കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാൻ, പട്ടിക്കാന്തൊടി രാവുണ്ണിമേനോൻ തൊട്ട് മുന്നേ പോകുന്നു. ഇവരൊക്കെ അവർ വ്യാപരിച്ചിരുന്ന മേഖലയെ ഏത് രീതിയിൽ മാറ്റിയെടുക്കാം എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കുകയും അത് തങ്ങളുടെ പ്രവൃത്തിയിലേക്കും ശരീരത്തിലേക്കും സന്നിവേശിപ്പിക്കുകയും ചെയ്തവരാണ്. അതിനെക്കുറിച്ച് സംസാരിച്ചവരാണ്, എഴുതിയവരാണ്, അവർക്ക് പിന്തുടർച്ചക്കാരെ ഉണ്ടാക്കിയവരാണ്. അത് കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് പ്രഗത്ഭരിൽ പ്രഗത്ഭരായ അനേകം ആളുകൾ നിന്നിരുന്ന ഒരു കാലത്ത് അതിലും പ്രഗത്ഭനായി തെളിഞ്ഞു നിന്ന ഒരാളായിരുന്നു ഒരുപക്ഷെ കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാൻ. കൂടുതൽ പറയേണ്ടതില്ല. ഇന്ന് ഈ അവാർഡ് സ്വീകരിക്കുന്ന, പുരസ്കാരം സ്വീകരിക്കുന്ന ഓരോ കലാകാരനും ഉള്ളിൽ അഭിമാനിക്കാവുന്നതാണ്. അനേകം പുരസ്കാരങ്ങളുണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാൾ മേന്മയേറിയത് എന്ന് തോന്നുന്ന പുരസ്കാരങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിൻ്റെ പ്രാധാന്യം എന്നത് കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാൻ്റെ ഓർമ്മയിൽ നൽകിയിരിക്കുന്ന, ഒരുപക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താൻ
അഭികാമ്യമെന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക്, സ്ഥാനത്തിലേക്ക് എത്തിയ ഒരു കലാകാരൻ്റെ ഓർമ്മയിലുള്ള പുരസ്കാരങ്ങളാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാം, ഒരു സംശയവുമില്ലാതെ അഭിമാനിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വളരെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കേണ്ട ഒരു സാഹചര്യമല്ല ഇത്. വീണ്ടും ആ സരസ്വതിയിലാളനെ ഏറ്റ ആ പ്രഗത്ഭമതിക്ക് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിഷ്ക്രമിക്കട്ടെ. ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നന്ദി. അടുത്തത് അനുസ്മരണ പ്രഭാഷണമാണ്. ആയതിന് ശ്രീ കലാധരനെ ക്ഷണിക്കുന്നു. വേദിയിലെ ആദരണീയരായ വ്യക്തികൾക്കും സദസ്സിനും എൻ്റെ നമസ്കാരം. വിശ്വവിഖ്യാത ചലച്ചിത്രകാരനായിരുന്ന സത്യജിത് റേയെപ്പറ്റി, അതുപോലെ തന്നെ പ്രശസ്തനായിരുന്ന മൃണാൾ സെൻ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, സത്യജിത് റേയുടെ പ്രതിഭയെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളെ അടുത്ത് നിന്ന് ബഹുമാനിക്കാനും അകന്നു നിന്ന് വിശകലനം ചെയ്യാനും ഒരേ തൃഷ്ണ റേ പ്രദർശിപ്പിച്ചിരുന്നു എന്ന്. ഇത് ഏത് മണ്ഡലത്തിലായാലും, അത് ചലച്ചിത്രത്തിലാവട്ടെ, ശാസ്ത്രീയ കലകളിലാവട്ടെ, ഇതര കലാമേഖലകളിലാവട്ടെ, മനീഷികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മഹാവ്യക്തിത്വങ്ങൾ ഈ ദ്വന്ദ്വം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. കഥകളിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഭാവങ്ങൾ മാറി നിന്ന് പഠിക്കുകയും വിശകലനം ചെയ്യുകയും അടുത്ത് നിന്ന് അനുഭവിക്കുകയും താതാത്മ്യം കൊള്ളുകയും ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ ജീവിതത്തിലുടനീളം കൊണ്ടു നടന്നിരുന്ന മഹാമനീഷിയായിരുന്നു കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. അദ്ദേഹം അരങ്ങിൽ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുള്ള എല്ലാവർക്കും ബോധ്യമുള്ള ഒരു സംഗതിയാണിത്. കോട്ടയം കഥകൾക്കൊക്കെ കൊട്ടുമ്പോൾ അദ്ദേഹം ഒരളവോളം കഥാപാത്രങ്ങളിൽ നിന്നും മാറി നിന്ന് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ, നടൻ ചെയ്യുന്ന പ്രവൃത്തികളെ, കഥാപാത്രത്തിൻ്റെ ചിത്തവൃത്തികളെ അദ്ദേഹം അനുസന്ധാനം ചെയ്യുകയും അപഗ്രഥിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ കർമ്മം നിർവഹിക്കുന്നു. അതേസമയം വളരെ വികാരതീക്ഷ്ണമായ രംഗങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ ഉത്ഭവത്തെ രാവണൻ്റെ, നേരത്തെ ഉണ്ണീഷൻ പറഞ്ഞു, ഉത്ഭവത്തെ രാവണൻ്റെ ത്രിപടമുറുകുമ്പോൾ, അവസാനത്തെ ശിരസും ഹോമിക്കാൻ ഒരുങ്ങുമ്പോൾ ആ രാവണനോടൊപ്പം താതാത്മ്യം പ്രാപിച്ച് നിൽക്കുന്ന കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളെ നമുക്ക് കാണാൻ കഴിയും. രൗദ്രഭീമൻ മറ്റൊരു ഉദാഹരണം. ഇങ്ങനെ കഥാപാത്രങ്ങളുമായി, നടൻ്റെ വൃത്തികളുമായി അങ്ങേയറ്റം ചേർന്ന് നിൽക്കുകയും അതേസമയം ബൗദ്ധികമായ ഒരു തലത്തിൽ, ധൈഷണികമായ ഒരു തലത്തിൽ കഥാപാത്രങ്ങളെ, അത് അവതരിപ്പിക്കുന്ന നടന്മാരുടെ സിദ്ധികളെ അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഈ ദ്വന്ദ്വം എനിക്ക് തോന്നുന്നു കഥകളിയുടെ 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൊരു പ്രതിഭാസമാണ്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിൽ ഇത് നിരന്തരം സന്നിഹിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ട് സാമർഥ്യത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നില്ല, അത് സമർപ്പണം തന്നെയായിരുന്നു. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളേക്കാൾ സാധകമുള്ള എത്രയോ കൊട്ടുകാർ അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കൊട്ടിൻ്റെ, അദ്ദേഹത്തിൻ്റെ കോലുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാദത്തിൻ്റെ സംഗീത തീക്ഷ്ണത ഒരുപക്ഷെ മറ്റൊരു കൊട്ടുകാരനിലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ്
ഒരിക്കൽ ഞാൻ പല്ലാവൂരപ്പന്മാരോട് ചോദിച്ചു, കഥകളി കാണാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പുമാരാണ്, അയ്യേ അതൊന്നും കാണൂല, കൃഷ്ണൻകുട്ടിപ്പോൾ ആൾ കൊട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം നിൽക്കും, ആൾക്ക് കുറച്ച് സംഗീതമുണ്ട്. അതാണ് അപ്പുമാരാർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം സംഗീതത്തെ, കൊട്ടിൻ്റെ സംഗീതത്തെ, മേളത്തിൻ്റെ സംഗീതത്തെ അതിസൂക്ഷ്മമായി മനസ്സിലാക്കാനും ആവിഷ്കരിക്കാനും പ്രാപ്തിയുള്ള അപ്പുമാരാരെ പോലുള്ള ഒരാൾ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളുടെ കഥകളി മേളത്തെ എത്ര വേർതിരിച്ചാണ് അനുഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി ഞാനതിവിടെ പറഞ്ഞതാണ്. എന്നാൽ കഥകളി മേളത്തിൻ്റെ കഴിഞ്ഞ ഒരു 50 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ കൃഷ്ണൻകുട്ടി പൊതുവാളിൽ അത് ഉറച്ചു നിൽക്കുകയാണോ എന്ന് ചോദിച്ചാലല്ല. അത് പിന്നീട് വളരെയധികം വികാസം പ്രാപിച്ചിട്ടുണ്ട്. കഥകളിയുടെ അഭിനയത്തിൻ്റെ സമസ്ത വിശദാംശങ്ങളിലും സഞ്ചരിക്കാനുള്ള ഒരു ശേഷി ഇന്നത്തെ കഥകളി മേളക്കാർക്ക്, ചെണ്ടക്കാർക്ക് വിശേഷിച്ച് കൈവന്നിട്ടുണ്ട്. അദ്ദേഹം കൊട്ടിവെച്ചതിനേക്കാൾ അധികം പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരവും ഇവിടെ സംജാതമായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആവിഷ്കരിച്ചതിൻ്റെ സ്ഫുടത, അതിൻ്റെ സൗന്ദര്യ സാന്ദ്രത, അതിൻ്റെ ഭാവതീക്ഷ്ണത ഒരുപക്ഷെ മറ്റൊരു മേളക്കാരനും അദ്ദേഹത്തിൻ്റെ പിൻതലമുറകളിലോ സമകാലികരിലോ കാണാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കഥകളി മേളം പിൽക്കാലം വികസിച്ചില്ല എന്നല്ല, അതിൽ നിരന്തരമായൊരു വികസനത്തിൻ്റെ ഒരു ചരിത്രം നമുക്ക് കാണാനാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദീക്ഷിതരുടെ രംഗപുരവിഹാര എന്ന കീർത്തനം MS സുബ്ബലക്ഷ്മി പാടിയിട്ടുണ്ട്. MS-ന് ശേഷം എത്ര പേർ പാടി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന രഞ്ജനി ഗായത്രിമാർ ഈ രംഗപുരവിഹാര എന്നത് MS പാടിയതിനേക്കാൾ എത്രയോ സംഗതികൾ വച്ച് പൊലിപ്പിച്ച് അതിഗംഭീരമാക്കി ഇന്ന് പാടുന്നുണ്ട്. പക്ഷേ എന്നിട്ടും രഞ്ജനി ഗായത്രിമാർക്ക് MS-നെ മറികടക്കാനാവുമോ? ഇല്ല. അതിന് കാരണം MS പാടിയതിൻ്റെ രംഗപുരവിഹാര എന്ന് പാടിയതിൻ്റെ ഡിക്ഷൻ്റെ ഭംഗി, സ്വരത്തിൻ്റെ അനിതര സാധാരണമായ മാധുര്യം, ഭാവഗരിമ, ഇതെല്ലാം വേറിട്ട് തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് അത് 2 കാലത്തിൽ സംഭവിച്ചതാണ്. ആ 2 കാലത്തിൽ സംഭവിച്ച 2 തരം നാദസംസ്കാരത്തെ നമ്മൾ തുലനം ചെയ്യുമ്പോൾ വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് അത് മറ്റൊരു സംഭവമായി MS-ൻ്റെ രംഗപുരവിഹാര എന്നുള്ളത് പ്രത്യേകം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഗതിയായി നിലകൊള്ളും. പിൽക്കാലത്തുള്ളവരുടെ എല്ലാം അവരുടെ വാസനയുടെയും സാധനയുടെയും പ്രകടനമായി നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോഴും ഈ തരത്തിലുള്ള ക്ലാസിക്കൽ കലകൾക്ക് പൊതുവേ ഉണ്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലാതീതമായ ഒരു പ്രസക്തി ഇദ്ദേഹം സൃഷ്ടിച്ച നാദസംസ്കാരത്തിനുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ കൊട്ടിലെ വാഗ്മിതയെപ്പറ്റി എത്രയോ കഥകളി മേളപ്രേമികൾ ഈ അരങ്ങുകളിൽ സംസാരിച്ചു കഴിഞ്ഞു. ആവശ്യത്തിനുള്ളത് മാത്രം പ്രയോഗിക്കുക, മൗനം കൊടുക്കേണ്ടടുത്ത് മൗനം കൊടുക്കുക, നിശബ്ദമാവേണ്ട സന്ദർഭങ്ങളിൽ കഥാപാത്രങ്ങളെ കൂടുതൽ ഭാവതീക്ഷ്ണമാക്കുന്നത് ശബ്ദത്തിലൂടെയല്ല നിശബ്ദതയിലൂടെയാണ് എന്ന തിരിച്ചറിവ്, ഈ വിവേകം അത് കാത്തു സൂക്ഷിക്കലായിരുന്നു കൃഷ്ണൻകുട്ടി പൊതുവാളുടെ പ്രവൃത്തിയിലുടനീളം നമ്മൾ കണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ആ വ്യക്തിത്വം എന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, വലിയ കലാകാരന്മാർ, മനീഷികളായിട്ടുള്ളവർ, അവർ അശാന്തരായിരിക്കും. സ്വസ്ഥമായ ജീവിതം വലിയ കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സ്വസ്ഥമായി ജീവിക്കുന്നവരൊക്കെ കലകളിൽ പണിയെടുക്കുന്നവരാണ്. അവരൊക്കെ കലകളിൽ വലിയ പണിക്കാരാണ്. ഒരു നിലയ്ക്ക് ശില്പികളുമാണ്. അവർക്ക് വളരെ ശില്പചാതുര്യം അവരുടെ കലയിൽ പ്രകടിപ്പിക്കാൻ കഴിയും. പക്ഷെ അരാജകമായൊരു മനസ്സ് സൂക്ഷിക്കുന്നവർ, അതിൽ ബഹിർമുഖരുണ്ടാവാം, അന്തർമുഖരുമുണ്ടാവാം. കൃഷ്ണൻകുട്ടി പൊതുവാൾ ബഹിർമുഖനായിരുന്നു.
അദ്ദേഹം ഏത് സമയത്തും ആരോടും എന്തും പറയാൻ ചങ്കൂറ്റമുണ്ടായിരുന്ന ഒരാളാണ്. ആകസ്മികതകളിൽ വിശ്വസിച്ച ആളാണ്. അടുത്തൊരു നിമിഷം താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു രൂപം ഉണ്ടായിരുന്നില്ല. അത് ആ വ്യക്തിത്വത്തിൻ്റെ വലിയ സവിശേഷതയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈചിത്ര്യങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ അന്വേഷണോത്സുകതയിലേക്കും അത് സംബന്ധിച്ച ധാരാളം അനുഭവങ്ങൾ എനിക്കുള്ളത് ഞാനിവിടെ മുഴുവൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കൽ ഒരൊറ്റ ഉദാഹരണം ഇവിടെ പറയുകയാണ്. ഇപ്പോൾ ഇത് ഉദാഹരണങ്ങളൊക്കെ പറയാൻ വലിയ പേടിയാണ്. കാരണം ഇത് മുഴുവൻ ലോകത്തുള്ള ആളുകളൊക്കെ കേൾക്കും. ആ രീതിയിലുള്ളൊരു സംവിധാനത്തിലാണ് പോകണം. അപ്പോൾ അത് കാരണം നമുക്ക് ഒരു സ്വകാര്യതയും സൂക്ഷിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായി. എങ്കിലും ഈ സന്ദർഭത്തിൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒരിക്കൽ ആലപ്പുഴയിൽ വെച്ചിട്ട് ഇതൊരു സിമ്പോസിയം ഉണ്ടായി. പുതിയ കഥകളെക്കുറിച്ചുള്ള, കഥകളിയിൽ വരുന്ന പുതിയ സംരംഭങ്ങളെക്കുറിച്ചുള്ള ഒരു സിമ്പോസിയം. അതിലെ ഒരു പ്രഭാഷകൻ കൃഷ്ണൻകുട്ടി പുതുവായിരുന്നു. അപ്പോൾ മുമ്പിൽ സദസ്സിലിരിക്കുന്നതിൽ കടറകോട് നാരായണൻ നായരുണ്ട്. അപ്പോൾ ഇദ്ദേഹം കോട്ടയം കഥകളെപ്പറ്റി, ഉണ്ണായിവാരരെ പറ്റി, തമ്പിയെപ്പറ്റി, കാർത്തിക തിരുനാളിൻ്റെ കഥകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇതെങ്ങനെ ഈ കഥകൾ കാലാതീതമായി തീരുന്നു എന്ന് പറഞ്ഞിട്ട് അത് കാലാതീതമായി തീരാത്ത കഥകൾ ഏത് എന്നതിൻ്റെ ഉദാഹരണമായിട്ട് മുമ്പിലിരുന്ന കളർകോട് നാരായണനാർ ചൂണ്ടി, ഈ കളർകോട് നാരായണനാരുടെയൊക്കെ കഥ ഒരിക്കൽ പോലും കളിക്കാൻ നന്നല്ല പറഞ്ഞു. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ കവളപ്പാറയായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങ് വരികയാണ്. കലാമണ്ഡലത്തിൻ്റെ ഗേറ്റ് കടന്നു വരുമ്പോൾ കളർകോട് നാരായണൻ നായർ, അന്നത്തെ പത്രവാർത്തയുണ്ട്, കലാമണ്ഡലം വൈസ് ചെയർമാനായി കളർകോട് നാരായണൻ നായരെ നിയമിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇതൊന്നും അറിയണില്ല, കൃഷ്ണപിള്ളാശാനെ ഇതൊന്നും അറിയണില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെന്താ ഇയാളിവിടെ? ഞാൻ പറഞ്ഞു, വൈസ് ചെയർമാനാണ്, പത്രത്തിൽ കണ്ടില്ലേ? അത് കണ്ടില്ല പറഞ്ഞു. ഇവർ രണ്ടുപേരും കണ്ടു. ഇപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ തൊഴുതു. നന്നായി, ഞാൻ ഇപ്പോൾ വിവരം അറിഞ്ഞു. എന്നാലും കഴിഞ്ഞ ദിവസം പറഞ്ഞ അഭിപ്രായത്തിന് മാറ്റമില്ല കേട്ടോ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അങ്ങനെ ആരുടെ മുമ്പിലും ഏത് സമയത്തും എന്തും പറയാൻ, എന്തും തുറന്നു പറയാനുള്ള, അതേസമയം തനിക്ക് തെറ്റ് സംഭവിച്ചാൽ ആ കുറ്റസമ്മതം നടത്താനുള്ള ആ ഹൃദയവിശാലത പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ കാരണം കൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഒരു അപരാധമുണ്ടായാൽ അത് ഏറ്റുപറയാനുള്ള ഒരു മഹാമനസ്കതയും അദ്ദേഹം ഏത് കാലത്തും സൂക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൃഷ്ണൻകുട്ടി പുതുവാളാശാൻ എന്ന വ്യക്തിയെക്കുറിച്ച് ആ അരങ്ങിൽ അദ്ദേഹം എങ്ങനെ പ്രവർത്തിച്ചോ നമുക്കറിയാം. അരങ്ങിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അരങ്ങിലെ എല്ലാറ്റിനെയും അദ്ദേഹം നിയന്ത്രിക്കും. പാട്ടുകാരെ നോക്കും, എല്ലാവരും സൂക്ഷിച്ച് പേടിച്ചിട്ടാണ് നിൽക്കുക. പേടിയെന്ന് വെച്ചാൽ ഒരുതരം ജാഗ്രത എല്ലാവരിൽ നിന്നും അദ്ദേഹം ആവശ്യപ്പെടും. പൊന്നാനി പാടുന്ന ആൾ എത്ര പ്രഗത്ഭരായാലും എവിടെയെങ്കിലും നോക്കി നിന്ന് പാടുകയാണെങ്കിൽ, ഇവിടെ നോക്കിയിട്ട് പാടാനെങ്കിൽ വെച്ചിട്ട് പോകുമെന്ന് പറയും. പറയാനൊരു മടിയില്ല. അത് അരങ്ങത്ത് വേഷക്കാർ വരുമ്പോൾ, അതുപോലെ അരങ്ങിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുണ്ടെങ്കിൽ, ഈ തിരശ്ശീല പിടിക്കുന്ന ആൾ വരാൻ വൈകിയാൽ എല്ലാറ്റിലും അദ്ദേഹം ശ്രദ്ധിക്കും. അതുകൊണ്ട് അരങ്ങ് എത്ര സൂക്ഷ്മമായിട്ടാണ്, എത്ര വൃത്തിയായിട്ടാണ് ആ കാലങ്ങളിൽ നടന്നിരുന്നത് എന്ന് ഞാൻ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ ഓർത്തു പോവുകയാണ്. പിൽക്കാലം അരങ്ങിനൊക്കെ വളരെ മാറ്റം വന്നു. എങ്കിലും അരങ്ങിലൊരു നേതൃത്വം കൊടുക്കാൻ പലർക്കും സാധിക്കുന്നില്ല. അതുമാത്രമല്ല, തന്നെ മറന്ന് നടനൊപ്പം, കഥാപാത്രത്തിനൊപ്പം ആവേശം കൊള്ളാൻ പല കലാകാരന്മാർക്കും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. പാട്ടുകാരൊക്കെ ഒരൊറ്റ നിന്ന നിപ്പിലാണ് പാടും. യാതൊരു വികാരമില്ല, യാതൊരു ഭാവമില്ല, പാട്ടൊക്കെ കേമാ. ഇപ്പം ഞാൻ വെൺമണി ഹരിദാസിനോട് ഒരിക്കൽ ചോദിച്ചു, ശങ്കരൻ ഭ്രാന്തരി പാടുമ്പോൾ അദ്ദേഹം കഥാപാത്രമായിട്ട് നിന്നിട്ട് നേരിട്ട് നിന്ന് ഈ ചേങ്കരുടെ കോലൊക്കെ എടുത്തിട്ടാണ് ചോദിക്കുക, നിനക്കില്ലിനി രാജ്യമൊരിക്കലും പിന്നെ നിനക്കു തനയരുണ്ടെന്നിരിക്കലും എന്ന് കൃഷ്ണനാരായണനോടാണ് ചോദിക്കുന്നത്. 2-ാം ദിവസത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഒന്ന് കയ്യൊക്കെ ഒന്ന് ഉയർത്തി പാടാത്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ വെൺമണി എന്നോട് പറഞ്ഞു, എംബ്രാന്തിരി പാടി എല്ലാവരും സമ്മതിക്കും, ഞങ്ങൾ പാടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കുറ്റക്കാരാവും, അതുകൊണ്ട് ഞങ്ങൾ ഒതുങ്ങി നിന്ന് പാടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിലയ്ക്ക് കഥകളി ഗായകർക്ക്, കഥകളി മേളക്കാർക്ക് ഒക്കെ വേണ്ട കഥാപാത്രത്തിനോട് താതാത്മ്യം പ്രാപിക്കുമ്പോഴുണ്ടാവേണ്ട ആ ഒരു ആവേശം,
അതിൽ നിന്ന് ഉത്ഭവിക്കേണ്ട ചേഷ്ടകൾ ഇതിനൊക്കെ മാതൃകയായി നിലകൊണ്ട അനശ്വരമായ വ്യക്തിത്വമായിരുന്നു കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. അദ്ദേഹത്തിന് അർഹതപ്പെട്ട പലതും, ഭൗതികമായ പലതും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി. കലാമണ്ഡലത്തിൽ നിന്ന് കലിബാധയേറ്റതുപോലെ 12 വർഷം പുറത്തു നിൽക്കേണ്ടി വന്നു. തിരിച്ചു വന്നിട്ടും തൻ്റെ ധാർഷ്ട്യം അദ്ദേഹം ഒട്ടും അടിയറ വയ്ക്കാൻ തയ്യാറായില്ല. നഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം വിഷമിച്ചില്ല, നേട്ടങ്ങളിൽ അഹങ്കരിച്ചില്ല. അദൃശ്യനായി അരങ്ങിൽ നിന്നും ജീവിതത്തിൽ നിന്നും അദ്ദേഹം മറഞ്ഞു. നന്ദി, നമസ്കാരം. പരിചായകം ശ്രീ ക്ഷമിക്കണം. അടുത്തത് അനുസ്മരണം തന്നെയാണ്. അത് ശ്രീ വി രാമൻകുട്ടി മാഷ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, ചിലരെപ്പറ്റി നാം വിശേഷണം പറയുമ്പോൾ അതികായന്മാർ എന്നാ പറയുക. കൃഷ്ണൻകുട്ടി പൊതുവാളുടെ ആശാൻ്റെ ശരീരം അല്പം അതികായത്വമുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഭൗതികമായ അതികായത്വമല്ല ഒരാളെക്കുറിച്ച് അതികായൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വതേ അർത്ഥാക്കുന്നത്. നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ അളവുകോലുകളുണ്ട്. ആ അളവുകോലുകൾ കൊണ്ടെല്ലാം അളന്നെടുക്കാൻ കഴിയാത്ത ഒരു സാംസ്കാരിക വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് അതികായർ എന്ന് പല മേഖലയിലും വിശേഷിപ്പിക്കാനാവുക. നമുക്കിടയിൽ അതികായത്വമാർന്ന് ആ അതികായത്വത്തിൻ്റെ അവശേഷിപ്പുകൾ നമുക്കായി തന്ന് പിരിഞ്ഞുപോയ ഒരു കലാവിഗ്രഹത്തെയാണ് നാം ഇവിടെ ഓർത്തെടുക്കുന്നത്. കഥകളി മേള പദ്ധതിയിൽ ഇടച്ചോർച്ചയില്ലാതെ മേളം അവതരിപ്പിച്ചാൽ തന്നെ ഏതാണ്ട് സംതൃപ്തമാകുന്നൊരു കാലഘട്ടത്തിലാണ് പൊതുവാളാശാൻ കഥകളി മേള രംഗത്തേക്ക് കടന്നു വരുന്നത്. വഴിവിട്ട് സഞ്ചരിച്ച ഒരാൾ മൂത്തമനയാണ്. ഇടച്ചോർച്ചയില്ലാത്ത മേളത്തിൽ നിന്ന് എങ്ങനെയാണ് ഭാവാത്മകവും സംഗീതാത്മകവുമായ മേള പദ്ധതിയിലേക്ക് കഥകളി മേളത്തെ വഴികൂട്ടുക എന്നത്, അതിനൊരു വഴി വെട്ടിത്തിരിച്ച മൂത്തമനയുടെ പാരമ്പര്യത്തെ തൻ്റെ സർഗാത്മകമായ ധിക്കാരം കൊണ്ട്, ഞാൻ ആ ധിക്കാരത്തെ അങ്ങനെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 2 ജാതി ധിക്കാരമുണ്ട്. ഒന്ന് വളരെ ഹൃണാത്മകമായിട്ടുള്ളൊരു ധിക്കാരമുണ്ട്, അതിൽ ധിക്കാരം മാത്രമേ ഉള്ളടക്കമായി ഉണ്ടാവൂ. മറ്റൊന്ന് തൻ്റെ സർഗവൈഭവം കൊണ്ടുണ്ടാകുന്നൊരു ധിക്കാരമാണ്. ആ സർഗവൈഭവത്തിൻ്റെ ധിക്കാരം കൊണ്ട് തനിക്ക് കരഗതമായിട്ടുള്ള ഭാവാത്മകവും സംഗീതാത്മകവുമായിട്ടുള്ള കൊട്ടുവഴിയെ കൊണ്ടു നടത്തി എന്നതാണ് നമ്മൾ അദ്ദേഹത്തെ ഇന്ന് ഓർത്തെടുക്കുമ്പോൾ മനസ്സിലാദ്യം തെളിഞ്ഞു വരുന്ന കാര്യം. പൂജക്കൊട്ടാണ് അദ്ദേഹം ആദ്യം പഠിച്ചത്. അമ്മാവൻ്റെ കീഴിലാണ് പൂജക്കൊട്ട് പഠിച്ചു തുടങ്ങുന്നത്. തുടർന്ന് ഒളപ്പമണ്ണ കളരിയുടെയും അതോടൊപ്പം പട്ടിക്കാന്തൊടി ആശാന്റെയും ശിക്ഷണത്തിൽ ചെന്നുപെട്ട് കലാമണ്ഡലത്തിൽ 1940കളെ തുടർന്നുണ്ടായിട്ടുള്ള ചിട്ടയായ അഭ്യസനത്തിൻ്റെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത ഒരു നവീന ഭാവുകത്വമുണ്ട് പൊതുവാളാശാൻ്റെ കൊട്ടിൻ്റെ മൂലഘടകമായിട്ട്. അത് പൂജക്കൊട്ടിൽ നിന്ന് പൂജനീയമായ കൊട്ടിലേക്കുള്ളൊരു പടിയേറ്റമായിരുന്നു. ഈ പൂജക്കൊട്ടിൽ നിന്ന് പൂജനീയമായ കൊട്ടിലേക്കുള്ള വഴിയേറ്റം നടത്തുന്നത് വാസ്തവത്തിൽ
ഒരു ഗുരുനാഥനിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവിൻ്റെ മാത്രം വെളിച്ചത്തിലല്ല. ചിതലി അപ്പുമാരാരുടെയും വെങ്കിച്ച സ്വാമിയുടെയും ശിക്ഷണത്തിൽ പഠിച്ച കുറേ കൊട്ടുകാർ അന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കൊട്ടുകാരെയെല്ലാം അതിജീവിക്കുന്ന തരത്തിൽ തൻ്റെ കൊട്ടുവഴിയെ നിരന്തരമായ ഗവേഷണാത്മകമായ രീതിയിൽ നോക്കിക്കാണുകയും വിസ്തരിക്കുകയും നിരവധിയായ പരീക്ഷണങ്ങൾക്കുള്ള ഇടമാണ് അരങ്ങ് എന്ന് അറിഞ്ഞ് ആ അരങ്ങ് തരുന്ന എല്ലാ അവസരത്തെയും തൻ്റെ കൊട്ടുവഴിയെ തൻ്റെ സർഗാത്മകതയെ വികസിപ്പിക്കാനുള്ള ഇടമാക്കി വികസിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഒരുപക്ഷെ അദ്ദേഹം നമ്മളിലേക്ക് ഇന്ന് ചൂണ്ടിത്തരുന്ന പാഠം. എന്തെങ്കിലും ഉണ്ടോ? വാസ്തവത്തിൽ കൊട്ടിൻ്റെ സംഗീതവും ഭാവവും എങ്ങനെയാണ് തൻ്റെ മുൻഗാമികൾക്കില്ലാത്ത വിധം പകർത്തിക്കൊണ്ടേയിരിക്കുക, അതൊരു ഗവേഷണപരതയാണ്. ചരലല്ല വാരിയെറിയുന്നത്, പൂവാണ് എന്ന് പട്ടിക്കാന്തൊടി ആശാൻ്റെ നിർദ്ദേശം സ്വീകരിക്കുന്ന അതേ ഗൗരവത്തോടെ ഹിന്ദി സിനിമാ ഡയറക്ടർ ഗീതോപദേശം വളരെ രഹസ്യമായിട്ടാണ് ശ്രീകൃഷ്ണൻ നിർവഹിച്ചിട്ടുള്ളത്. ഗീതോപദേശത്തിന് ശേഷമാണ് അർജുനൻ വർദ്ധിതവീര്യനായി അരങ്ങുവാഴുന്നത്. അതിന് അരങ്ങിലുണ്ടാകുന്ന ശബ്ദങ്ങൾക്കും ഈ ഭാവത്തിനും തമ്മിൽ ഒരരങ്ങിണക്കമുണ്ടാകേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഈ സംഭവം അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പൊതുവാളാശാൻ ഓർത്തെടുക്കുന്ന ഒരു കവിതാശകലം ഒളപ്പമണ്ണയുടേതാണ്. തൊട്ടടുത്ത വീട്ടുകാരനായതുകൊണ്ടാവില്ല. ഒളപ്പമണ്ണയുടെ വളരെ പ്രധാനപ്പെട്ട കവിതകളിൽ ഒന്നായ എൻ്റെ ഗുരുനാഥൻ എന്നതിലൊരു വരി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് ചൊല്ലുമായിരുന്നു. ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഗുരുനാഥർ, പാരിതിൽ എല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. യഥാർത്ഥത്തിൽ പാരിൽ എന്തെല്ലാമാണോ പഠിപ്പിക്കുന്നത് അതിലേക്കെല്ലാം കണ്ണും കാതും തുറന്നു വയ്ക്കാനും അങ്ങനെ ആരിൽ നിന്നും എന്തും പഠിച്ചെടുക്കുന്നിടത്ത് വിനയാന്യുതനായ വിദ്യാർത്ഥിയാവാനും അതോടൊപ്പം തന്നെ അധികാരത്തിന് ദാസ്യപ്പെടാതിരിക്കാനുള്ള, അധികാരത്തിനെതിരെ നിൽക്കാനുള്ള ഒരു പോരാട്ട വീറ് അവസാനം വരെ കാത്തു സൂക്ഷിക്കാനും കഴിയുന്ന ഒരു കലാവ്യക്തിത്വമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ആശാൻ രൂപപ്പെട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ അധികാരത്തിന് പെട്ടെന്ന് ദാസ്യപ്പെടുന്നവരാ മനുഷ്യർ. അധികാരത്തിന് ദാസ്യപ്പെടുന്നത് തൻ്റെ സർഗാത്മക ജീവിതത്തിൻ്റെ അന്ത്യമാവുമെന്ന് തിരിച്ചറിയുന്നതിൻ്റെ ബലത്തിലാണ് അധികാരത്തിന് ദാസ്യപ്പെടാതിരിക്കുന്നത്. കേവലം ആരെയും അവഹേളിക്കാനോ തരം താഴ്ത്താനോ ഉദ്ദേശിച്ചുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ധിക്കാരം എന്ന് നാം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പരാമർശവും വന്നിട്ടുള്ളത്. പകരം താൻ ഈ മേഖലയിൽ പുലർത്തുന്ന സർഗാത്മകത ആരുടെ ഏത് അധികാര സ്ഥാനത്തിൻ്റെയും കാലടികളിൽ ദാസ്യപ്പെടാനുള്ളതല്ല എന്ന സർഗാത്മകമായ ധിക്കാരമാണ്. ആ സർഗാത്മകമായ ധിക്കാരം ഒരുപക്ഷേ കലാകാരന്മാർ ഏറ്റവും അധികം പുലർത്തേണ്ടതുണ്ടെന്ന് പറയാതെ പറയുകയാണ് അദൃശ്യ സാന്നിധ്യമായി കൊണ്ട് ആശാൻ എല്ലായ്പ്പോഴും. ഇന്നത്തെ കാലത്ത് അത് വളരെ വളരെ പ്രധാനമാണ് എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുട്ടിത്രയത്തെക്കുറിച്ച് നേരത്തെ വിശദീകരിച്ചു. ഞാനതിനെ ഒന്നുകൂടി വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 3 ദശകങ്ങൾ, ആ 3 ദശകങ്ങൾ 1900-ൽ തുടങ്ങുന്ന ആദ്യത്തെ 3 പതിറ്റാണ്ട്, ആ 3 പതിറ്റാണ്ട്, ആ പതിറ്റാണ്ടിൽ പിറന്നു പുലർന്ന ഒരു ധൈഷണിക സമൂഹമാണ് വാസ്തവത്തിൽ നവീനമായ കഥകളിയുടെ ഭാവുകത്വത്തെ നിർണയിച്ച ഏതാണ്ട് കുറേ പേര്. 1909-ലാണ് കൃഷ്ണൻ നായരുടെ ജനനം. 1909-ലാണ് വാഴയങ്കട കുഞ്ചു നായരുടെ ജനനം.
1914 കൃഷ്ണൻ നായർ. 1924 കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ ജനിക്കുന്നത്. 1928 അച്ചുണ്ണി പൊതുവാളാശാൻ്റെ ജനനം. 1916 കിഴ്പ്പടം KR കുമാരൻ നായർ ജനിക്കുന്നത്. 1929 പത്മനാഭൻ നായരാശാൻ ജനിക്കുന്നത്. ഒരു കൊല്ലത്തിൻ്റെ മാറ്റമുണ്ട് ഞാൻ പറഞ്ഞ പതിറ്റാണ്ടിനേക്കാൾ. 1931 ഉണ്ണികൃഷ്ണക്കുറുപ്പ് ജനിക്കുന്നുണ്ട്. കണക്ക് മാഷെ മാറ്റി നിർത്തിയിട്ട് 3 ദശകം എന്ന് പറഞ്ഞാൽ 1909 മുതൽ 1931 വരെ ജനിച്ച ഈ മനുഷ്യർ കഥകളിയുടെ സമസ്ത സൗന്ദര്യശാസ്ത്ര സങ്കല്പനങ്ങളെയും അതിൻ്റെ എല്ലാ ഭാവുകത്വ പരിസരത്തെയും നിർണയിക്കുന്നതിൽ തങ്ങളുടെ ജീവിതം സമർപ്പിച്ച കലാകാരന്മാരാണ്. അതൊരു കാലഘട്ടത്തിൻ്റെ രചനയാണ്. ആ കാലഘട്ടത്തിൽ പിറന്നു വീണ മനുഷ്യർക്കെല്ലാം ഒരധികാരത്തിനും ദാസ്യപ്പെടാത്ത വിധം തങ്ങളുടെ സർഗവൈഭവത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വ്യത്യസ്തമാർന്ന രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ട തനത് വ്യക്തിത്വമുണ്ട്. ഒരുപക്ഷെ മുണ്ടശ്ശേരിയെ പോലുള്ള തലയെടുപ്പുള്ള നിരൂപകന്മാരോട് നളചരിതത്തെക്കുറിച്ച് പറയാനുള്ള അധികാരി ഞാനാണ് എന്ന് പറയാൻ അല്പം ധിക്കാരം അന്ന് വേണം. ആ ധിക്കാരം കാണിച്ചത് കുഞ്ചുനായരാശാനാണ്. ഈ ധിക്കാരം ഒരാളുടെ വ്യക്തിപരമായ പെരുമാറ്റത്തിൻ്റെ സവിശേഷതയല്ല, ഒരു കലാദർശനത്തിൻ്റെ മൂലക്കല്ലാണ്. ആ കലാദർശനത്തിൻ്റെ മൂലക്കല്ല് നവോത്ഥാന പരിസരത്തിൽ നിന്ന് കേരളം ആധുനിക ജനാധിപത്യ ബോധത്തിലേക്ക് കണ്ണുമിഴിക്കുന്നതിൻ്റെ ഒരു തുടർച്ചയും അതിൻ്റെ വെളിവുമാണ്. തമ്പുരാൻ്റെ മുമ്പിൽ ഓച്ഛാനിച്ചു നിന്നിരുന്ന മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് ഞാൻ എന്ന പദം സംഭാവന ചെയ്തത് നവോത്ഥാനവും അതിനെ തുടർന്നുള്ള ആധുനികതയ്ക്ക് വേണ്ടിയുള്ള ജനാധിപത്യ പോരാട്ടങ്ങളുമാണ്. അതുവരെ ഞാൻ എന്നത് ഏതെങ്കിലും ശബ്ദധാരാവലിയിൽ ഭാഷാ പണ്ഡിതന്മാർക്ക് വിശദീകരിക്കാനുള്ള ഉറങ്ങിക്കിടക്കുന്നൊരു വാക്കായിരുന്നു. നാട്ടിലിറങ്ങി ഉപയോഗിക്കുന്നത് ഞാനെന്നില്ല, ഒന്നുകിൽ നോം അല്ലെങ്കിൽ അടിയൻ. നോമിൽ നിന്ന് വലിച്ചു താഴ്ത്തുകയും അടിയനിൽ നിന്ന് പിടിച്ചുയർത്തുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ എന്നൊരു വാക്ക് മലയാളത്തിൽ ജനിക്കുന്നത്. ഞാൻ എന്നത് സാധാരണ നിലയിൽ കഥകളി പ്രേക്ഷകരായ ഈ സദസ്സിന് അത് പരിചയപ്പെടുത്തേണ്ട. രാവണൻ ഞാൻ എന്ന് പറയുന്നത് ഒരു ധിക്കാരത്തിൻ്റെ ആവിഷ്കാരമാണ്. ചുഴിച്ചെടുത്ത് കാണിക്കുന്ന മുദ്രയിൽ ഞാൻ എന്നത് ഒരഹംഭാവത്തിൻ്റെ ആവിഷ്കാരമാണ്. കേരളത്തിലെ മനുഷ്യർ സാമൂഹികമായ അഹംഭാവത്തിൻ്റെ ആവിഷ്കാരത്തിലേക്ക് ചരിത്രപരമായി പടിയേറ്റം നടത്തുന്ന ഒരു ദശാസന്ധിയുടെ ചരിത്ര ഒസ്യത്ത് എന്ന നിലയിലാണ് കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാൻ എന്ന കഥകളി വാദ്യക്കാരൻ്റെ പെരുമാറ്റ രീതികളിലൂടെയാണ് നാം പരിചയപ്പെടുന്നതെങ്കിലും ഈ ധിക്കാരം ഉടലെടുക്കുന്ന ചരിത്ര പശ്ചാത്തലം, മനുഷ്യരുടെ സൂക്ഷ്മമായ സ്വഭാവങ്ങളെല്ലാം ഒരേ സമയം വ്യക്തിപരമാവുമ്പോൾ തന്നെ അതേസമയം ചരിത്രപരവും കൂടിയാണ്. എൻ്റേത് എന്ന് ഞാൻ ആവിഷ്കരിക്കുന്ന സകലമാന ശീലഗുണങ്ങളും സൂക്ഷ്മ പരിശോധനയിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. കേരളം പതുക്കെ പതുക്കെ മാനവിക ബോധത്തിലേക്കും ജനാധിപത്യത്തിലേക്കും കൈപിടിച്ച് ഉയർത്തപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട്, എങ്കിൽ അതിലൊന്നും തന്നെ പ്രത്യക്ഷമായി ഇടപെടാതെ ആ അന്തരീക്ഷവായുവിൽ അലിഞ്ഞു ചേർന്ന നവോത്ഥാനത്തിൻ്റെയും പുതിയ മനുഷ്യനെക്കുറിച്ചുള്ള സങ്കല്പനത്തിൻ്റെയും ഒരുപക്ഷെ മനുഷ്യ അന്തസ്സിനെക്കുറിച്ചുള്ള പുതിയ അവബോധത്തിൻ്റെയും ആവിഷ്കാരമായിട്ടാണ് പൊതുവാളാശാനിൽ ഈ സർഗാത്മക ധിക്കാരം പ്രാവർത്തികമാകുന്നത്. ആ സർഗാത്മക ധിക്കാരം ആധുനിക കമ്പോള മൂല്യത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും മതാത്മകമായ വിഭജനത്തിൻ്റെ തലത്തിലേക്ക് ഇന്ത്യ ആകെ അശാന്തിയോടുകൂടി തള്ളിയിടപ്പെടുകയും ചെയ്യുന്ന സമീപകാല ചുറ്റുപാടിൽ കലാകാരനിൽ നിന്ന് ദാസ്യത്തിൻ്റെ മുഖമല്ല പൊതുവാളാശാൻ കാണിച്ചു തന്ന ധിക്കാരത്തിൻ്റെ മുഖമുണ്ടാവേണ്ടതുണ്ട്. ആ അളവിൽ അത് നമ്മിൽ ബാക്കിയാകുന്നുണ്ടോ എന്നതാണ്.
അതിൻ്റെ ഒരു ആത്മപരിശോധനയാണ് ആശാൻ്റെ ഓർമ്മയോട് നമുക്ക് നൽകാനുള്ള തിലോദകം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. അടുത്തതായി ജന്മശതാബ്ദി വാർഷിക ആഘോഷങ്ങളുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ലോഗോ പ്രകാശനമാണ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ സാർ, വാഴയങ്കട കുഞ്ചുനായർ ട്രസ്റ്റ് പ്രസിഡൻറ്റ് അനിയേട്ടൻ അവർക്ക് നൽകിക്കൊണ്ട് ആ കർത്തവ്യം ഇവിടെ നിർവഹിക്കുന്നു. അടുത്തത് നമ്മുടെ ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നിർവഹിക്കുന്നത്. ഈ ഇവിടെ ഈ അവാർഡിന് അർഹമായ കലാകാരന്മാർക്കുള്ള അവാർഡ് വിതരണമാണ്. ഓരോ കലാകാരന്മാരെയും പരിചയപ്പെടുത്തുന്നു, അവർക്ക് അവാർഡ് നൽകുന്നു. ആ പരിചയപ്പെടുത്തൽ നിർവഹിക്കുന്നത് ശ്രീ KP രാജാനന്ദനാണ്. അതിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതാത് സന്ദർഭത്തിൽ വന്ന അവാർഡ് സ്വീകരിക്കുന്നതിന് കലാകാരന്മാരെയും ക്ഷണിക്കുന്നു. ബഹുമാനായ കലാമണ്ഡലം VC ഡോക്ടർ നാരായണൻ, ആദരണീയനായ ഡോക്ടർ TS മാധവൻകുട്ടി, പ്രിയ സുഹൃത്ത് ശ്രീ B കലാധരൻ, ശ്രീ രാമൻകുട്ടി മാസ്റ്റർ, ശ്രീ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ വേദിയിലും എൻ്റെ മുന്നിലുമുള്ള പ്രിയപ്പെട്ടവരെ, ആദ്യമായി പൊതുവാളാശാൻ്റെ ആ നിറം മങ്ങാത്ത സ്മരണയ്ക്ക് മുമ്പിൽ ആദരവോടെ ശിരസ് നമിക്കുന്നു. ഈ പുരസ്കാരം ലഭിച്ച മുഴുവൻ കലാകാരന്മാരെയും ഊഷ്മളമായി തന്നെ അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ വളരെ സന്തോഷം തോന്നുന്നൊരു കൃത്യമാണ് കലാകാരന്മാരെക്കുറിച്ച് ഇതുപോലെ പറയാൻ അവസരം കിട്ടുക എന്നത്. മനസ്സിൽ ആരാധനയോടെ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളും വളരെ സ്നേഹത്തോടെ സ്നേഹിക്കാൻ തോന്നിയ കലാവ്യക്തിത്വങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ സംഘത്തെ വാക്കുകൊണ്ട് ഒരു പൂജ നടത്തി ആദരിക്കാൻ സന്ദർഭം സിദ്ധിക്കുന്നത് മഹാപുണ്യമാണ്. അവസരം ലഭിച്ചതിനുള്ള സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തി ഓരോ കലാകാരന്മാരെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞ് അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പൊതുവാളാശാൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ ശാശ്വതീകരിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് തീർച്ചയായും നമുക്ക് നിരീക്ഷിക്കാവുന്നത് കഥകളി ചെണ്ടയ്ക്കുള്ള പുരസ്കാരം തന്നെയാണ്. ശ്രീ രാജൻ അച്ഛൻ പണ്ട് മുതലേ വാദ്യക്കാരനായിരുന്നു. അപ്പോൾ വാദ്യത്തിൻ്റേതായൊരു പാരമ്പര്യം ഉൾക്കൊണ്ട് തന്നെയാണ് ശ്രീ ഗുരുവായൂർ രാജൻ ചെണ്ട അഭ്യാസം ആരംഭിക്കുന്നത്. അങ്ങനെ കലാമണ്ഡലത്തിൽ സുശിക്ഷിതമായ ആ ഒരു ദീർഘകാലത്ത് അദ്ദേഹത്തിൻ്റെ പഠനകാലത്തെക്കുറിച്ച് സഹപാഠികളും അന്നത്തെ അധ്യാപകരും സ്മരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ദൂരെ നിന്ന് കേൾക്കാൻ തോന്നുന്ന രീതിയിലുള്ള അക്ഷരശുദ്ധമായ ഒട്ടും കൊഞ്ഞപ്പടയില്ലാത്ത സ്ഥാനശുദ്ധിയോടുകൂടി കയ്യും കോലും നടക്കുന്ന ആ വാദ്യക്കാരൻ്റെ അക്കാലത്തെ ഉള്ള പ്രകടന മികവ്. ദീർഘകാലം പിന്നീട് ഗുരുവായൂർ കേന്ദ്രമായ കലാമണ്ഡലത്തിൽ അധ്യാപകനായിരുന്നു. ഗുരുവായൂർ കേന്ദ്രമായി തായമ്പകളും മേളങ്ങളും ഒക്കെയായി
അങ്ങനെ ധാരാളം ശിഷ്യസമ്പത്തോടു കൂടി വിശ്രമജീവിതം എന്ന് പറയുന്നില്ല, ഒട്ടും വിശ്രമിക്കാതെ 70 കഴിഞ്ഞ കാലഘട്ടത്തിലും രാജൻ ഇന്നും സജീവമായി ആ രംഗത്ത് പ്രവർത്തിക്കുന്നു. ആ കലാമണ്ഡലം എന്ന വിശിഷ്ട സ്ഥാപനത്തിൻ്റെ ഒരു നല്ല ഉൽപ്പന്നമായ ദീർഘകാലം അവിടെയും അധ്യാപകനായി സേവനമനുഷ്ഠിച്ച നിരവധി ശിഷ്യരുള്ള കലാമണ്ഡലം രാജൻ എന്ന ഗുരുവായൂർ രാജനാണ് പൊതുവാളാശാൻ്റെ നാമധേയത്തിലുള്ള കഥകളി ചെണ്ടവാദകനുള്ള പുരസ്കാരം. അദ്ദേഹത്തെ ആദരപൂർവം വേദിയിലേക്ക് പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നൽകുന്നത് ആരാന്ന് പറയുകയാണെങ്കിൽ എളുപ്പമുണ്ട്. നൽകുന്നത് ആരാന്ന് പറഞ്ഞ ഒപ്പം അത് പറയണോ? അത് ലിസ്റ്റ് തരികയാണെന്ന് വെച്ചാൽ നൽകാൻ ശ്രീ കലാമണ്ഡലം VCയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ. കലാമണ്ഡലം കൃഷ്ണകുമാറാണ് വേഷത്തിൻ്റെ പുരസ്കാരത്തിന് ഈ വർഷം അർഹത നേടുന്നത്. കലാമണ്ഡലം കൃഷ്ണകുമാറിൻ്റെ കളരി ഒരു പക്ഷേ നമ്മൾ എപ്പോഴും അദ്ദേഹത്തെ കേൾക്കാതെ പറയുന്നത് അന്നുവരെ അതിനൊരു ഉറപ്പുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ്. ആ രാമൂട്ടി നാരാശാൻ്റെയും പത്മനാഭൻ നാരാശാൻ്റെയും ഗോപിയാശാൻ്റെയൊക്കെ ശിക്ഷണത്തിൽ കറതീർന്ന അഭ്യാസ ബലം നേടുകയും ചിട്ടപ്പെട്ട കഥകളുടെ വ്യാകരണത്തെ സംബന്ധിച്ച് ആഴമേറിയ ബോധം സൂക്ഷിക്കുകയും എന്നാൽ അനുവദിച്ചു കിട്ടിയ വേഷങ്ങളെ സംബന്ധിച്ച് കഥാപാത്ര പ്രകൃതിയെ സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ച് ആ കഥാപാത്രങ്ങൾക്ക് ഉയർന്ന മാനം നൽകുകയും ഒക്കെ ചെയ്ത് ഇപ്പോഴും അരങ്ങിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണകുമാരൻ പലർക്കും ഏറ്റവും വത്സലനായ ഗുരുനാഥനാണ്, പലർക്കും ആരാധ്യനായ നടനാണ്. കഥകളിയെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് എന്നും ഒരു ആവേശവുമാണ്. ശ്രീ കലാമണ്ഡലം കൃഷ്ണകുമാരന് വേഷത്തിൻ്റെ അവാർഡ് ഈ വർഷം ലഭിക്കുകയാണ്. അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പുരസ്കാരം നൽകുന്നതിന് വേണ്ടി കലാമണ്ഡലം VCയോട് അഭ്യർത്ഥിക്കുന്നു. കഥകളി സംഗീതത്തിലെ വർത്തമാനകാലത്ത് പലതുകൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ജയപ്രകാശൻ്റേത്. ഒരു കാര്യം തീർച്ചയാണ്, അരങ്ങിൽ പ്രചാരമുള്ളതോ പ്രചാരത്തിലില്ലാത്തതോ ആയ കർണാടക സംഗീതത്തിലെ സമസ്ത രാഗങ്ങളെക്കുറിച്ചും ഇത്ര സൂക്ഷ്മമായി ധാരണയുള്ള, ഇത്ര അവഗാഹമായി അക്കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ഗായകനെയും നമുക്കൊരു പക്ഷെ ചൂണ്ടിക്കാണിക്കാനാവാത്ത വിധം അത്രയേറെ സംഗീതത്തിൽ ആണ്ടുമുഴുകിയ ഒരു മനസ്സും സൂക്ഷ്മമായ സംഗീതത്തിൻ്റെ ആ മാസ്മരികമായ വശ്യതയിൽ സ്വയം അഭിരമിക്കുക മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള സംഗീതം സസൂക്ഷ്മം അനുഗമിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ കലാവ്യക്തിത്വം. അതുമാത്രമല്ല, തെക്കൻ ദിക്കുകളിലായാലും വടക്കൻ ദിക്കുകളിലായാലും ധാരാളം അരങ്ങുകൾ പൊന്നാനി ഭാഗവതരായി പാടി നയിക്കാനുള്ള കരുത്ത്. ഏത് കഥയായാലും അതിൻ്റെ ചടങ്ങുകളെക്കുറിച്ചോ വരികളെക്കുറിച്ചോ ആശങ്കകളില്ലാതെ ധൈര്യപൂർവം ഒരു കഥകളിക്ക് വിളിച്ചാൽ ഉത്തരവാദിത്വത്തോടെ തൻ്റെ ചുമതല നിർവഹിക്കാൻ കഴിയുന്ന ഒരു കലാകാരൻ എന്ന രീതിയിലൊക്കെ കഥകളി സംഗീത മേഖലയിൽ തന്നെ അനന്വയമായി ആരും അംഗീകരിക്കുന്ന ശ്രീ കലാമണ്ഡലം ജയപ്രകാശ് സംഗീതത്തിൻ്റെ പുരസ്കാരം നേടുന്നു.
അങ്ങേയറ്റം അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ശ്രീ കലാമണ്ഡലം ജയപ്രകാശിനെ ഈ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ആ പുരസ്കാരം കൂടി നൽകാൻ കലാമണ്ഡലം VC-യോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കഥകളി മദ്ദളത്തിന് ഒരു യുവ കലാകാരനാണ് ഈ വർഷം അർഹത നേടിയത് പുരസ്കാരത്തിന്. മറ്റാരുമല്ല, കഥകളിയിൽ തന്നെ അനിവാര്യനായി വളർന്നുകൊണ്ടിരിക്കുന്ന മാങ്ങോടിൻ്റെ മഹാ അഭിമാനം ശ്രീ കലാമണ്ഡലം വേണു. ഈ പ്രദേശത്ത് എന്ന് മാത്രമല്ല, കേരളത്തിലെവിടെയും കഥകളിക്ക് മദ്ദളത്തിന് വേണു എന്ന ആ രണ്ടക്ഷരം അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അതിശയോക്തിയായിട്ട് പറയുകയല്ല. ചടങ്ങുകൾ അറിയാം, ഏത് കഥയായാലും ധൈര്യപൂർവം ആർക്കും വിളിച്ചേൽപ്പിക്കാം. നല്ല അമരമുള്ള കൊട്ട്, ആവശ്യത്തിൽ കൂടുതൽ സംഗീതാത്മകമായ പ്രയോഗങ്ങളും വികൃതി വഴികളും കൊണ്ട് അരങ്ങിനെ ബുദ്ധിമുട്ടിക്കാതെ നടനെ സഹായിച്ചുകൊണ്ട്, സ്ത്രീവേഷങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ചും കൈ വിരലിനു കൂടുന്ന രീതിയിലുള്ള വാദ്യത്തോടെ ആ കഥകളി മദ്ദളം നിർവഹിക്കേണ്ട ധർമ്മത്തെക്കുറിച്ചുള്ള കൃത്യമായ ദിശാബോധ്യത്തോടു കൂടി മദ്ദളം കൈകാര്യം ചെയ്തു വളർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന വേണു എന്ന നല്ല കലാകാരൻ, വളരെ വാത്സല്യത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം ലഭിച്ചതിൽ അഭിനന്ദിക്കുന്നു. പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ TS മാധവൻകുട്ടിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കഥകളി ചുട്ടിക്ക് ഈ വർഷം പുരസ്കാരം ലഭിക്കുന്നത് ശ്രീ കലാനിലയം വിഷ്ണുവാണ്. ആ കങ്ങഴമാധവൻ ശൈലിയിൽ കലാനിലയം പരമേശ്വരൻ ആശാനാണ് ശ്രീ വിഷ്ണുവിൻ്റെ ഗുരുനാഥൻ. ആ ശൈലിയാണ് അദ്ദേഹം പിൻപറ്റുന്നത് എന്ന് മാത്രമല്ല, ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് വിഷ്ണുവിൻ്റെ ചുട്ടിയെക്കുറിച്ച് സഹകലാകാരന്മാർ, വിശേഷിച്ച് വേഷക്കാരായ കലാകാരന്മാർ പറയുന്നത്, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും മനോഹരമായ ചുട്ടി നിർമ്മിക്കാൻ ശ്രീ വിഷ്ണുവിന് സാധിക്കുന്നു എന്നതാണ്. ഒരു കത്തിച്ചുട്ടിക്ക് പോലും ഒരു 3/4 മണിക്കൂർ സമയം പോലും എടുക്കാതെ, എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ അരിമാവ് നിറച്ച് മുഖത്തെ ഭാരം വർദ്ധിപ്പിക്കാതെ അതിമനോഹരമായ ഘടനാ ശില്പഭംഗിയുള്ള ആ ചുട്ടി നിർമ്മിച്ചെടുക്കാൻ വിഷ്ണുവിന് സാധിക്കുന്നു. പരമേശ്വരൻ്റെ ആ വിനീത ശിഷ്യന് എല്ലാ ഉത്കർഷങ്ങളും നന്മകളും ആശംസിച്ചുകൊണ്ട് ഈ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകാൻ ഡോക്ടർ TS മാധവൻകുട്ടിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുവില്ലാമല സ്വദേശിനിയായ, തിരുവില്ലാമലയാണ് എന്നാണ് എൻ്റെ ബോധ്യം, കലാമണ്ഡലം രാധാമണിയാണ് തുള്ളൽ രംഗത്ത് ഈ വർഷം പുരസ്കാരത്തിന് അർഹത നേടുന്നത്. ദിവാകരൻ നായരാശാൻ്റെ ശിഷ്യയായി കലാമണ്ഡലത്തിൽ തുള്ളൽ അഭ്യസിച്ചതാണ് ശ്രീമതി രാധാമണി. അത് എടുത്തു പറയാൻ കാരണം, തുള്ളൽ എന്ന കലാരൂപത്തിന് ഒരുപാട് മാറ്റങ്ങൾ സമീപകാലത്ത് വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്കടിപ്പെടാതെ അതിൻ്റെ ഒരു പാരമ്പര്യ ശൈലി സൂക്ഷിച്ചുകൊണ്ട് ആ കഥകൾ തുള്ളുന്നു എന്നത് ഒരു വ്യത്യസ്തതയായും മഹത്വമായും നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാനാവില്ല. ആ ദിവാകരൻ നായരുടെ അല്ലെങ്കിൽ മലബാർ രാമൻ നായർ തുടങ്ങി വെച്ച ആ പാഠത്തിൻ്റെ വഴി പിന്തുടർന്നുകൊണ്ട് തുള്ളൽ രംഗത്ത് തൻ്റേതായൊരു ഇടമുണ്ടാക്കുകയും ആവശ്യമുള്ളത്ര ശിഷ്യരെ അഭ്യസിപ്പിക്കുകയും ചെയ്തുകൊണ്ട്
ഒരു ദീർഘകാലം തുള്ളൽ രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി പരിഗണന ലഭിച്ചിരുന്ന ശ്രീമതി രാധാമണിയെ ആദരപൂർവം ഈ വേദിയിലേക്ക് പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പുരസ്കാര ലബ്ധിയിൽ നിറഞ്ഞ മനസ്സോടെ അനുമോദിക്കുകയും ചെയ്യുന്നു. ശ്രീ മാധവൻകുട്ടി, ഡോക്ടർ ടി എസ് മാധവൻകുട്ടി തന്നെ പുരസ്കാരവും നൽകുന്നു. വിജയൻ എന്ന് നമ്മൾ വിളിക്കുന്ന നാരായണൻ നമ്പ്യാർ ആണ് മിഴാവിൽ ഈ വർഷം പുരസ്കാരത്തിന് അർഹത നേടിയത്. വിജയൻ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഒഴിവാക്കാനാവാത്ത 2 കൂടിയാട്ടങ്ങളുടെ മിഴാവുകാരനായി സേവനമനുഷ്ഠിക്കാനുള്ള ബാധ്യത വന്നുപെട്ടതുകൊണ്ട് ഈ പുരസ്കാരം സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്താൻ കഴിയില്ല എന്ന് വിജയൻ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും വാസ്തവത്തിൽ വിജയൻ നാരായണൻ നമ്പ്യാർ എന്നാണ് പേരെങ്കിൽ പോലും ആ പേര് ഒരാൾക്കും അറിയാൻ ഇടയില്ല. അത്രയേറെ വിജയൻ എന്ന രീതിയിലാണ് കൂടിയാട്ട മേഖലയിലായാലും പ്രേക്ഷകരായ ആസ്വാദകരായാലും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതും. പണ്ഡിതനാണ്. വാസ്തവത്തിൽ വാക്ക് എന്ന കാര്യത്തിൽ ഇപ്പോൾ കലാമണ്ഡലത്തിൻ്റെ ഭരണാധികാരി കൂടി ഇരിക്കുന്ന വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ചാക്യാർ കുലത്തിൽ ഈ വാക്കിന് പഴയതുപോലുള്ളൊരു അഭ്യാസം ലഭിക്കാത്തത് കൊണ്ടോ എന്തോ ഈ പ്രബന്ധക്കൂത്ത് എന്ന മേഖലയിൽ ചാക്യാർ വംശം തന്നെ വല്ലാതെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ ചാക്യാർ ഉപയോഗിക്കുന്ന സമസ്ത പദ്യങ്ങൾ ഹൃദിസ്ഥമാവുകയും കൂടിയാട്ടത്തിൻ്റെ ചടങ്ങിനെപ്പറ്റി ആരെക്കാളേറിയ ബോധ്യങ്ങൾ സൂക്ഷിക്കുകയും മാത്രമല്ല അതിസമർത്ഥമായി തന്നെ വാക്കുപയോഗിക്കാനുള്ള നൈപുണ്യം ചെറിയ പ്രായത്തിലേ നേടിയെടുക്കുകയും ചെയ്തുകൊണ്ട് വിജയൻ എന്ന ആ 3 അക്ഷരം ഈ മേഖലയിൽ ഒരു ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിനന്ദിക്കാതിരിക്കാനാവാത്ത രീതിയിൽ അത്ര മഹത്തായ സേവനം ഈ മേഖലയിൽ നിർവഹിക്കുന്ന വിജയന് ഈ പുരസ്കാരം ലഭിച്ചത് നാരായണൻ നമ്പ്യാർ ആ വാക്ക് നാവുമ വരാത്തത് കൊണ്ടാണ്. അങ്ങേയറ്റം സന്തോഷമുളവാക്കുന്നതാണ്. നാരായണൻ നമ്പ്യാർക്ക് വേണ്ടി മറ്റാരെയും അതുകൂടി ഡോക്ടർ കൃഷ്ണേന്ദുവാണ് നാരായണൻ നമ്പ്യാർക്ക് വേണ്ടി കൂടി പുരസ്കാരം വാങ്ങുന്നത് എന്നാണ് അറിഞ്ഞത്. സന്തോഷമുണ്ട്. കൃഷ്ണേന്ദുവിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് രണ്ടും ഒരുമിച്ച് താങ്കൾ വാങ്ങിയാൽ മതി. കൃഷ്ണേന്ദു ഈ പറഞ്ഞതുപോലെ ഗിരിജ ടീച്ചറുടെയും ശൈലജ ടീച്ചറുടെയും ഒക്കെ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കലാമണ്ഡലത്തിൽ അഭ്യാസം പൂർത്തിയാക്കിയ കൃഷ്ണേന്ദുവാണ് ഇതിൻ്റെ ധൈഷണികതയുടെ ഒരു പാരമ്യെന്നോ ആൾരൂപം എന്നൊക്കെ പറയാവുന്ന പണ്ഡിതയായ നങ്ങ്യാർ കലാകാരി എന്ന് എടുത്തു പറയാൻ മോഹമുണ്ട്. ആദ്യമായിട്ട് ഈ മേഖലയിൽ PhD നേടിയ കലാകാരിയും കൃഷ്ണേന്ദുവായിരിക്കും. കലാമണ്ഡലത്തിൽ അധ്യാപികയാണ് എന്ന് മാത്രമല്ല വളരെ ആഴത്തിൽ അതിൻ്റെ പ്രാചീനവുമായ രംഗപാഠങ്ങൾ മുതൽ ആധുനികമായ രംഗപാഠങ്ങളെ വരെ അങ്ങനെ നിർദ്ധാരണം ചെയ്ത് വിശകലനം ചെയ്യുകയും നൂതനമായ പുതിയ ആവിഷ്കാരങ്ങളെ അതിൻ്റെ ശൈലീബദ്ധത പരിരക്ഷിച്ചുകൊണ്ട് എങ്ങനെ അരങ്ങിൽ സാക്ഷാത്കരിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും കിട്ടാവുന്നത്ര വായിച്ചും പഠിച്ചും തൻ്റെ അറിവിൻ്റെ മേഖല വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതോടൊപ്പം അരങ്ങിൽ അത്ഭുതകരമായ മികവോടുകൂടി അനുവദിക്കപ്പെട്ട വേഷങ്ങൾ നങ്ങ്യാർകൂത്തായാലും നാടകത്തിലെ ഭാഗമായാലും നിർവഹിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീത കലാകാരി, കലാമണ്ഡലത്തിൻ്റെ പുരാപുണ്യം, കലാമണ്ഡലത്തിൻ്റെ മഹാഭാഗ്യം കൂടിയായ അധ്യാപിക ശ്രീമതി കൃഷ്ണേന്ദുവാണ് കൂടിയാട്ടത്തിൻ്റെ പുരസ്കാരം സ്വീകരിക്കുന്നത്. കൃഷ്ണേന്ദുവിനെയും വളരെ സന്തോഷത്തോടുകൂടി ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ശ്രീ വി കലാധരനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.
മോഹിനിയാട്ടത്തിനുള്ള ഈ വർഷത്തെ പുരസ്കാരം നേടുന്നത് ശ്രീമതി മിനി ബാനർജിയാണ്. ആ പേര് പരിചയമില്ലാത്ത ഒരു കഥകളി ആസ്വാദകൻ പോലും ഇന്ന് കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയേറെ മോഹിനിയാട്ടമാണ് കർമ്മമണ്ഡലം. അതിനകത്ത് നൂതനമായ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുകയും പുതിയ കഥകൾ അരങ്ങിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ ആ അരങ്ങിനെ അങ്ങനെ പുഷ്കലമാക്കി തീർക്കുന്നതിന് വേണ്ടി സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നതിന് സമാന്തരമായി കഥകളിയെക്കുറിച്ച് ഇത്രയേറെ ആഴത്തിൽ അന്വേഷിക്കുന്ന മറ്റൊരു മോഹിനിയാട്ട കലാകാരി ഉണ്ടാകുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കലാമണ്ഡലം ഗോപി ആശാൻ്റെ അരങ്ങു ഭാഷയെക്കുറിച്ച് മിനി ബാനർജി എഴുതിയ പ്രബന്ധങ്ങൾ ഇതുൾപ്പെടെ ഈ കഥകളിയിലെ ഭാവവിന്യാസത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഗതി വ്യത്യാസങ്ങൾ വരെ രേഖപ്പെടുത്തി വയ്ക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുകയും അതോടൊപ്പം കഥകളിയിൽ വേഷം കൈകാര്യം ചെയ്യാനും മോഹിനിയാട്ടത്തിൽ വേഷം കൈകാര്യം ചെയ്യാനും കൃതഹസ്തതയോടെ സവ്യസാചിത്വത്തോടെ രണ്ട് കൈകൊണ്ടും രണ്ടും ചെയ്യാനുള്ള കരുത്ത് നേടുകയും ചെയ്ത അനുഗ്രഹീതയായ കലാകാരിയാണ് ശ്രീമതി ബിനി. തൃപ്പൂണിത്തുറ സ്വദേശിനിയാണ്. ഈ പുരസ്കാരം സ്വീകരിക്കാൻ വേണ്ടി കുടുംബസമേതം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അധ്യാപിക കൂടിയായ ശ്രീമതി മിനി ബാനർജിയെ ഈ വേദിക്ക് പരിചയപ്പെടുത്തുന്നു. പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ശ്രീ അനിയേട്ടനാണ്. ശ്രീ കുഞ്ചുത ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് അച്യുത പൊതുവാളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഭരതനാട്യത്തിൻ്റെ പുരസ്കാരം നേടുന്നത് രണ്ടുപേർ ചേർന്നാണ്, ഷഫീഖുദ്ദീനും ഷബാനയും. ഇവർ ധനഞ്ജയൻ്റെ ശിഷ്യത്വത്തിൽ ഭരതനാട്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. സമൃദ്ധമായി അരങ്ങിൽ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നമ്മളെ സംബന്ധിച്ച് മനസ്സിൽ ആദരവ് തോന്നുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. കലാമണ്ഡലം ഉസ്ന ഭാനുവിൻ്റെ പുത്രി കൂടിയാണ് ശ്രീമതി ഷബാന. അതെനിക്ക് പുതിയ വിവരമായിരുന്നു. ഉസ്ന ഭാനു ഈ വേദിയിൽ പോലും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ ഇപ്പോൾ കലാമണ്ഡലം സുശീല ഇവരൊക്കെല്ലാം പഠിക്കുന്ന കാലത്ത് സഹപാഠിനിയായ ഉസ്ന ഭാനുവിൻ്റെ അക്കാലത്തെ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. അന്ന് ക്ഷേത്ര മതിൽക്കെട്ടിലാവേണ്ടി വരുമ്പോൾ ഉസ്ന ഭാനു സൗകര്യപൂർവ്വം ഭാനുമതി എന്ന പേര് പോലും സ്വീകരിച്ച് ഇരിങ്ങാലക്കുട ഉത്സവത്തിനൊക്കെ അന്ന് നൃത്തം അവതരിപ്പിച്ചിരുന്ന ആ കാലവും നമ്മുടെ ഓർമ്മയിലുണ്ട്. അങ്ങനെ അനുഗ്രഹീതയായ ഒരു കലാകാരിയുടെ പുത്രി കൂടിയാണ് ഷബാന എന്ന വിജ്ഞാനവും വല്ലാത്ത സന്തോഷമുണ്ടാക്കി. ധനഞ്ജയൻ്റെ ആ വേറിട്ട മാർഗം പിൻപറ്റിക്കൊണ്ട് പുതിയ രീതിയിൽ ഭരതനാട്യത്തിന് വ്യാഖ്യാനങ്ങൾ നൽകി രംഗത്ത് അവതരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ബൈബിൾ കഥകൾ രംഗത്ത് അവതരിപ്പിച്ചതൊക്കെ വളരെയേറെ മാധ്യമശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു. ഈ ഹിന്ദു പുരാണങ്ങൾക്ക് സമാന്തരമായി മറ്റ് പുരാണ കഥകളെ കൂടി ഈ നൃത്തത്തിന് വിധേയമാക്കാം. അങ്ങനെ ഇതിവൃത്തത്തെ ആ രീതിയിൽ പരിചരിച്ചുകൊണ്ട് നൃത്തത്തിന് പുതിയ സാധ്യതകൾ തുറന്നുകൊണ്ട് ഒരു ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ആ രണ്ടു പേർക്കും അവരുടെ ജീവിതത്തിലെല്ലാ ഉത്കർഷങ്ങളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ പുരസ്കാര ലബ്ധിയിൽ അഭിനന്ദിച്ചുകൊണ്ട് വേദിയിലേക്ക് പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ശ്രീ അനിയേട്ടനോട് ഈ പുരസ്കാരവും നൽകാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ആയിക്കോട്ടെ. കുച്ചിപ്പുടിക്ക് ഈ വർഷം പുരസ്കാരം നേടിയ ശ്രീ
അനിൽ വെട്ടിക്കാട്ടിരിയോട് കാരണമുണ്ണക്കാർക്കൊരു ഹൃദയബന്ധം കൂടിയുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വേദിയിൽ അദ്ദേഹം കുച്ചിപ്പുടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഭാര്യ പ്രേമലത, രണ്ടുപേർക്കും ചേർന്നാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഏറ്റവും സന്തോഷം തോന്നുന്നത് കുച്ചിപ്പുടി എന്നത് പുതിയ കാലത്ത് മറ്റെന്തെല്ലാമോ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ആരും നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും അതിനകത്ത് ഭരതനാട്യത്തിൻ്റെയും ഒരു പരിധിവരെ മോഹിനിയാട്ടത്തിൻ്റെയും ഒക്കെ സമൃദ്ധമായ കലർപ്പ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ താരതമ്യേന ശുദ്ധമായ ഒരു വഴി പിൻപറ്റിക്കൊണ്ട് ആ കുച്ചിപ്പുടി അവതരിപ്പിക്കുന്നതിൽ അവർ കാണിക്കുന്ന നിഷ്കർഷ തീർച്ചയായും പ്രശംസനീയമാണെന്ന് പറയാതിരിക്കാനാവില്ല. സ്ത്രീവേഷത്തിലാണ് ശ്രീ അനിൽ വെട്ടിക്കാട്ടിരി കുച്ചിപ്പുടി അവതരിപ്പിക്കാറുള്ളത്. അതിൽ വരെ ആ പാരമ്പര്യ നിഷ്ഠ പരിപാലിച്ചുകൊണ്ട്, എന്നാൽ കുച്ചിപ്പുടിയുടെ ആ സാരസ്വത സൗന്ദര്യങ്ങളെ കൃത്യമായി പകർത്തിക്കൊണ്ട് പുതിയ ആവിഷ്കാരങ്ങൾക്ക് രൂപം നൽകുന്ന അവരുടെ ശ്രമങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. ശ്രീ അനിൽ വെട്ടിക്കാട്ടിരിയെ ഈ കുച്ചിപ്പുടിയുടെ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് കുടുംബത്തോടെ ക്ഷണിക്കുന്നു. അത് നൽകുന്നതിന് വേണ്ടി ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണനെ വേദിയിലേക്ക് വിജേഷിനെ വിളിക്കുന്നു. അടുത്തിന് വിളിക്കാം. വിജയൻ വരുന്നു. വിജയനെയാണ് വിളിക്കാൻ പോകുന്നത്. ഇനി വിജേഷൻ പോണ്ട, ഇവിടെ ഇരിക്കാം. തായമ്പയ്ക്ക് ഈ വർഷം പുരസ്കാരം നേടുന്നത് ശ്രീ ഗുരുവായൂർ ശശിയാണ്. അല്ലാത്ത സന്തോഷം തോന്നുന്ന മറ്റൊരു പുരസ്കാര ലബ്ധി തന്നെയാണ് ശ്രീ ചെറിയ തിരുത്ത് ചെണ്ട എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ ഗുരുവായൂർ ശശി എന്ന് പറയുമ്പോൾ അറിയാതെ തായമ്പക എന്ന് ചേർത്ത് വന്നു പോയതാണ്. എനിക്ക് വന്നൊരു പെശക് മാത്രമാണ്. ശശി, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് പൂക്കാട്ടിരി ദിവാരപ്പൊതുവാളുടെ ശിഷ്യൻ എന്ന രീതിയിലായിരുന്നു. പൂക്കാട്ടിരി ദിവാരപ്പൊതുവാൾ ഉൾപ്പെടെ അനവധി ഗുരുനാഥന്മാരുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ചതാണ് ശശി. തൻ്റെ ആ മേള നൈപുണ്യം അങ്ങനെ രൂപപ്പെടുത്തിയെടുത്തതാണ് എന്നും അറിയാൻ കഴിഞ്ഞു. ഒരു കാര്യം തീർച്ചയാണ്, നല്ല സാധക തികവ്. അതിലുമുപരി വളരെ വ്യത്യസ്തമായ വഴികളിൽ ആ ഓരോ എണ്ണങ്ങളെയും പരിചരിക്കുന്ന ഒരു രീതിശാസ്ത്രം. ഇത് മറ്റൊരാളുടെയും അനുകരണമല്ലാത്തൊരു നൂതനമായ പന്ഥാവ് തായമ്പകയിൽ വെട്ടിയുണ്ടാക്കാനാവുകയും, കലാമണ്ഡലം ഉണ്ണികൃഷ്ണനാണ് അല്പം ഫലിതം കലർത്തിയ ഭാഷയിൽ പറഞ്ഞതൊരിക്കെ, ആ കൊട്ട് ആസ്വദിക്കുന്നതോടൊപ്പം ഓരോന്നും എങ്ങനെ അദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്ന് കണ്ട് ചിരിക്കാൻ തോന്നും. ഈ ചിരി ഉണ്ടാക്കുന്ന തായമ്പക അത് ഗുരുവായൂർ ശശിയുടെ മാത്രം ഒരു സവിശേഷതയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നു. ആ രീതിയിൽ വളരെ വ്യത്യസ്തവും നൂതനവും ആയിട്ടുള്ള രീതിയിൽ ചെണ്ടവാദ്യം കൈകാര്യം ചെയ്യുന്ന തിരക്കേറിയ കലാകാരനാണ്. ഗുരുവായൂർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന മേളത്തിൻ്റെയൊക്കെ പ്രമാണികത വഹിക്കുന്നതോടൊപ്പം ധാരാളം തായമ്പകളും തൃശ്ശൂർ ജില്ലകളിലും പല ഭാഗത്തുമായി നടത്തിക്കൊണ്ട് തിരക്കിട്ട കർമ്മജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ ശശി എന്ന ഗുരുവായൂർ ശശിക്ക് എല്ലാ നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുരസ്കാര ലബ്ധിയിൽ അനുമോദിച്ചുകൊണ്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചെണ്ട കലാകാരൻ കൂടിയായ ശ്രീ വിജയകൃഷ്ണൻ ശശിക്ക് പുരസ്കാരം നൽകുന്നു.
മറന്നുപോയി, എപ്പോഴത് ഓർത്ത് വേണ്ട അല്ലില്ല. ശ്രീ കൊടുന്തിരിപ്പള്ളി മനോജാണ് ഇതാണ് മനോജാണ് തിമിലയിൽ പുരസ്കാരത്തിന് അർഹത നേടിയത്. മനോജ് നിർഭാഗ്യവശാൽ ഇന്ന് സന്നിഹിതനായിട്ടില്ല. പകരം അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് നാരായണൻകുട്ടി. ഞാൻ പരിചയമില്ലാത്ത ആളാണ്. മനോജിനെ സംബന്ധിച്ച് പറയുമ്പോൾ തിരക്കേറിയ പരിപാടികളാണ് നമ്മളെ ഏറ്റവും വിസ്മയിപ്പിക്കുന്നത്. അത്രയേറെ പരിപാടികൾക്ക് മനോജ് അത്യാവശ്യമായിരിക്കുന്നു എന്നതിനർത്ഥം എത്രമാത്രം ജനപ്രിയമായാണ് തൻ്റെ കലയെ അദ്ദേഹം ജനസമക്ഷം അവതരിപ്പിക്കുന്നത് എന്നതിന് മറ്റൊരു ദൃഷ്ടാന്തം ആവശ്യമില്ലാത്ത അത്രയും തിരക്കേറിയ വാദകനാണെന്ന് മാത്രമല്ല, പ്രാമാണികതയ്ക്ക് ആ കരുത്ത് ചെറിയ പ്രായത്തിലേ നേടുകയും പ്രധാനപ്പെട്ട പഞ്ചവാദ്യങ്ങൾ വരെ നയിക്കാനുള്ള ആ കേൾപ്പും അതിനുള്ള നൈപുണ്യവും കൊട്ടിലുള്ള വൈദഗ്ധ്യവും ഒക്കെ ഒരുപോലെ ചെറിയ പ്രായത്തിലെ നേടിക്കഴിഞ്ഞ ശ്രീ മനോജിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ അനുമോദിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പിതാവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി ശ്രീ വിജയകൃഷ്ണനെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. അരുൺദേവ് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാൻ പറയാം. ഇവിടെ പഞ്ചവാദ്യ മദ്ദളത്തിൽ ശ്രീ അരുൺദേവ് വാര്യർ എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്ത ഒരു സന്തോഷം തോന്നുകയാണ്. നമുക്കറിയാവുന്ന വാര്യരാശാൻ്റെ പുത്രൻ കൂടിയാണ് ശ്രീ അരുൺ. പിതാവിനെ കവച്ചു വയ്ക്കുന്ന എന്നൊക്കെ ഈ അതിശയോക്തിയായിട്ട് പറയുകയല്ല, പക്ഷേ പഞ്ചവാദ്യം പ്രാമാണികതയുടെ കാര്യത്തിൽ അത് ഒരു പക്ഷേ കലാമണ്ഡലം ശങ്കരവാര്യരെ ആകില്ല അദ്ദേഹം മാതൃകയാക്കിയിട്ടുണ്ടാവുക, മറ്റ് അനവധി കലാകാരന്മാരെ ആകും എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. നല്ല വൃത്തിയുള്ള സാധക തികവ്, അത്ഭുതകരമായ രീതിയിൽ കണക്കുകളെ വിന്യസിക്കാനുള്ള ഒരു സിദ്ധി, നല്ല അക്ഷരശുദ്ധി, വായു കൊടുത്ത് കൊട്ടാനുള്ള കരുത്ത്, മദ്ദള കലാകാരൻ ആർജിക്കേണ്ട സമസ്ത നൈപുണ്യങ്ങളെയും ചെറിയ പ്രായത്തിലേ കരഗതമാക്കുകയും പ്രധാനപ്പെട്ട പഞ്ചവാദ്യങ്ങൾ സമാന്തരമായി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ജോലി ചെയ്യുമ്പോൾ പോലും ഈ പഞ്ചവാദ്യ മേഖലയിൽ തൻ്റേതായ ഒരിടം നേരത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ദേശത്തും വിദേശത്തുമായി നിരവധി പഞ്ചവാദ്യങ്ങൾ പ്രമാണിക്കുകയും ചെയ്ത അരുൺദേവ് വാര്യർ ഈ മേഖലയിലൊരു വരദാനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പഞ്ചവാദ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കലാകാരൻ കൂടിയാണെന്ന് അതിശയോക്തി ഇല്ലാതെ പറയാവുന്ന അരുൺദേവ് വാര്യർ എന്നാണ് മുഴുവൻ പേര്. അരുണിനെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ കലാധരൻ അരുണിന് പുരസ്കാരം നൽകുന്നു. ശ്രീ പെരിങ്ങോട് സുബ്രഹ്മണ്യനാണ് എട്ടയ്ക്കയ്ക്ക് ഈ വർഷം പുരസ്കാരത്തിന് അർഹത നേടുന്നത്. പെരിങ്ങോട് സുബ്രഹ്മണ്യൻ്റെ ഇടയ്ക്കവാദനം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകൾ കുറയും എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. അത്രയേറെ ഭാവനാത്മകമായി ഈ യന്ത്രത്തെ ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധി അത്ഭുതകരം തന്നെയാണ്. പഞ്ചവാദ്യത്തിനകത്ത്
ഇടയ്ക്ക് പ്രയോഗിക്കുമ്പോൾ അനുവദിച്ച് കിട്ടുന്ന അക്ഷരകാലങ്ങളെ അതിമനോഹരങ്ങളായ ശില്പങ്ങൾ നിർമ്മിച്ചെടുത്ത് വിരിയിച്ച് വലുതാക്കിയെടുക്കുന്ന ആ ഭാവനയും അത്ഭുതകരമായ രീതിയിൽ തന്നെ കണക്കുകളുടെ വിന്യാസത്തിനുള്ള നിഷ്കർഷയും അതിലുമുപരി കൊട്ടിലുള്ളൊരു സാധകവും അതിൻ്റെ തികവും താളത്തിലുള്ള കൃതകൃത്യതയും ഉൾപ്പെടെ പഞ്ചവാദ്യ രംഗത്ത് ശ്രീ പെരിങ്ങോട് സുബ്രഹ്മണ്യൻ ഇന്നൊരു അനന്യമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീ പെരിങ്ങോട് സുബ്രഹ്മണ്യം അദ്ദേഹത്തെ കണ്ടില്ലായിരുന്നു. പെരിങ്ങോട് സുബ്രഹ്മണ്യനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, അനുമോദിക്കുന്നു, പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ശ്രീ കലാധരനോട് തന്നെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൂടി പറയാം. ശ്രീ സുബ്രഹ്മണ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയത് ഫ്യൂഷൻ അദ്ദേഹം ചെയ്യുന്നത് പുതിയ തലമുറക്കാർക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒന്നായി മാറിയിട്ടുണ്ട് എന്ന വിശേഷണമാണ്. സംഗീതത്തെ, ഈ വെടക്കവാദ്യത്തെ മറ്റ് രൂപങ്ങളുമായും വാദ്യങ്ങളുമായി ഇണക്കിച്ചേർത്തുകൊണ്ട് ആധുനികമായ രീതിയിൽ വിന്യസിക്കാനുള്ള സിദ്ധിയും അതിനുള്ളൊരു നൈപുണ്യവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അതിലുള്ള സന്തോഷവും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ശ്രീ വട്ടക്കാട് കനകനാണ് താളത്തിൽ പുരസ്കാരം നേടിയിട്ടുള്ളത്. പഞ്ചവാദ്യമായാലും മേളമായാലും അതിൽ പ്രാമാണികതയായിട്ടുള്ള തിമലക്കാർക്കായാലും മദ്ദളക്കാർക്കായാലും ചെണ്ടക്കാർക്കായാലും ഒക്കെ കനകൻ എന്നും ഒരു ആശ്വാസമായി തോന്നിയിട്ടുണ്ട്. അത്ര കൃത്യതയോടെ ആ താളം കൈകാര്യം ചെയ്യുന്ന ശ്രീ കനകൻ സന്നിഹിതനായിട്ടുണ്ടെന്നാണ് വന്നിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി സഹധർമ്മിണിയാണ് പുരസ്കാരം സ്വീകരിക്കുന്നത്. അവരെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കൊടുക്കാൻ ശ്രീ മാധവൻകുട്ടിയോട്, TS മാധവൻകുട്ടിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഒന്നേ ഉള്ളൂ, മച്ചാൻ്റെ വീണോ വളരെ കൊടുക്കണം. കൊടുക്കുമോ? അല്ലെ മച്ചാൻ്റെ ഒരു പുരസ്കാരം കൂടിയേ ഈ പട്ടികയിൽ അവശേഷിക്കുന്നുള്ളൂ. കൊമ്പ് കലാകാരനായ ശ്രീ മച്ചാട് വേണുഗോപാലന്. മച്ചാട് എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്ന രീതിയിൽ കൊമ്പിലൊരു പാരമ്പര്യമുള്ള ആ പ്രദേശത്ത് നിന്ന് വന്ന ഓരോരുത്തർക്കും ആ മേഖലയിൽ അവരുടേതായ കൈപുണ്യവും അംഗീകാരവും ലഭിക്കുന്നുണ്ട്. പുതിയ തലമുറയുടെ വക്താവായി മച്ചാട് വേണുഗോപാലൻ ആ മേഖലയിൽ ശോഭിക്കുന്ന കലാകാരനാണ്. അദ്ദേഹത്തിനും എല്ലാ ഉത്കർഷങ്ങളും ആശംസിച്ചുകൊണ്ട് ശ്രീ വേണുഗോപാലിനെ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുരസ്കാരം നൽകാൻ ബഹുമാനപ്പെട്ട കലാമണ്ഡലം വൈസ് ചാൻസലറോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ പുരസ്കാര ജേതാക്കളെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി തന്നെ അനുമോദിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വ്യക്തിപരമായ ഒരാവശ്യം കൂടി ഇതിൻ്റെ സംഘാടകരോടുകൂടി അറിയിക്കട്ടെ. അടുത്ത വർഷം പൊതുവാളാശാൻ്റെ 100ാം ജന്മദിനാഘോഷമാണ്. അത് ഏറ്റവും വിപുലമായ രീതിയിൽ നടത്താനുള്ള തീരുമാനങ്ങളുമായി സംഘാടകർ ഇപ്പോഴേ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വേദി ഇതാവണം എന്ന് ഞങ്ങൾക്കുള്ളൊരു അഭ്യർത്ഥന നിങ്ങൾക്ക് കൂടി സന്തോഷം നൽകുന്നതാകും എന്ന പ്രതീക്ഷയോടുകൂടി ആ അഭ്യർത്ഥന ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. രാജേട്ടൻ്റെ മൗന അനുവാദത്തോടു കൂടി ഞാൻ പറയുകയാണ്,
ഇതും ഒരു വേദി ആവും ആ പരിപാടിയിൽ. അല്ല ഇത് പിടിക്കണ ആശാൻ അല്ല